നമസ്കാരം. അധികായരെ പലരെയും മാറ്റി നിർത്തി തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ നിന്ന് MLA കൊണ്ടുപോയി വടകരയിൽ നിർത്താമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചതിന് പിന്നിൽ CPIM പറയുന്നത് പോലെ ഒരു ധാരണയുടെ മണമുണ്ടോ? ഗവർണർ പദവി രാജിവെപ്പിച്ച് കുമ്മനത്തെ കൊണ്ടുവരുമ്പോൾ RSSന് എല്ലാം നോക്കണം, ഏതറ്റം വരെയും പോകണം. അമിത്ഷാ തന്നെ നേരിട്ടെത്തി ശബരിമലയുടെ പേരിൽ സുവർണാവസരത്തിന് വഴികൾ ഒരുക്കിയ ഓരോന്നും ശ്രീധരൻ പിള്ളയും കൂട്ടരും കൊട്ടിയടയ്ക്കുമ്പോൾ RSSന് മറ്റെന്താണ് വഴി? വടകര ഉൾപ്പെടെ 5 മണ്ഡലങ്ങളിൽ BJPക്ക് ദുർബല സ്ഥാനാർത്ഥികൾ വരുന്നതും കോൺഗ്രസിന് ആത്മവിശ്വാസത്തെക്കാൾ ശ്വാസം ഒന്ന് നേരെ വീണതും തിരുവനന്തപുരത്തെ ധാരണയുടെ അടിസ്ഥാനത്തിലാണോ? ന്യൂസ് ആൻഡ് വ്യൂസ് അന്വേഷിക്കുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ. ഹൈക്കമാൻഡ് പറയും മുൻപ് വട്ടിയൂർക്കാവ് MLA വടകരയ്ക്ക് കയറ്റി അയച്ചതിന് പിന്നിൽ കോൺഗ്രസ് BJP ധാരണയോ? 5 മണ്ഡലങ്ങളിൽ ദുർബല BJP സ്ഥാനാർത്ഥികൾ വരുന്നത് RSS ഇടപെടലിന്റെ തെളിവാണോ? ശബരിമലയുടെ പേരിലെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മുതലാക്കാനാകാതെ കോൺഗ്രസ് BJP ധാരണ കുമ്മനത്തിന് വേണ്ടി മാത്രമാണ്. BJPക്കുള്ളിലെ ഗ്രൂപ്പ് പോരിൽ K. സുരേന്ദ്രന്റെ പത്തനംതിട്ട സ്വപ്നങ്ങൾ തകർന്നടിയുമോ? സ്ഥാനാർത്ഥി പ്രഖ്യാപന നടപടികൾ പൂർത്തിയാക്കാത്ത BJPയും കോൺഗ്രസും നൽകുന്ന സന്ദേശം എന്താണ്? സംസ്ഥാനത്ത് കോ-ബി ധാരണയോ? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം പരിശോധിക്കുമ്പോൾ ചർച്ചയിൽ ചേരുന്നത് ശ്രീ PM മനോജ്, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, നാരായണൻ നമ്പൂതിരി എന്നിവർ. ശ്രീ PM മനോജ്, വടകര ഉൾപ്പെടെ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് BJP ധാരണ എന്ന് CPIM പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അത് സഖാവ് കോടിയേരിയോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാളെ BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരും, അപ്പോൾ കണ്ടോളൂ എന്ന്. പക്ഷേ അത് അങ്ങനെ നാളെ കാണാൻ മാത്രമുള്ളതല്ല, ഇന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇന്ന് വടകരയിലെ സ്ഥാനാർത്ഥി, എൻ്റെ സ്നേഹിതൻ ശ്രീ സുരേഷ് ബാബു വടകരക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കുക. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തിരുവനന്തപുരം ലോക്സഭാ സെഗ്മെൻറ്റിലുള്ള വട്ടിയൂർക്കാവിൽ നിന്ന് കഴിഞ്ഞ വട്ടം കുമ്മനം രാജശേഖരനോട് നേരിട്ട് ഏറ്റുമുട്ടി ത്രികോണ മത്സരമായിരുന്നു ജയിച്ച മുരളീധരൻ, 7600 ചില്ലുവാനം വോട്ടിന് ജയിച്ച മുരളീധരൻ. അതായത് MLAമാരെ സ്ഥാനാർത്ഥിയാക്കുന്നതിലെ ഘോരഘോരം പ്രസംഗിച്ച മുരളീധരൻ ഒരു രാത്രി കൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കേരളത്തിൻ്റെ വടക്കൻ മേഖലയിലുള്ള വടകരയിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നു. ആ വടകരയിലെ സ്ഥാനാർത്ഥിത്വം ആരാണ് ഉപേക്ഷിച്ചത്? കഴിഞ്ഞ 10 വർഷമായി വടകരയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം KPCC അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരക്കാരൻ കൂടിയാണ്, ചോമ്പാല. അവിടുന്ന് ജനിച്ച് ജീവിച്ച് വടകരയുടെ സ്പന്ദനമറിയാവുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഓടിപ്പോകുന്നിടത്താണ് ഇങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് മുരളീധരനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതെന്തിനാണെന്നുള്ളൊരു ചോദ്യം വരും. ആ ചോദ്യത്തിന് ഉത്തരം വടകരയിൽ മാത്രമല്ല അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നത്, തിരുവനന്തപുരത്തുമാണ് എന്നതാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വോട്ടുണ്ട്. ആ BJP 2ാം സ്ഥാനത്തായിരുന്നു O. രാജഗോപാൽ മത്സരിച്ചപ്പോൾ. ഇത്തവണ BJPക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മിസോറാം ഗവർണർ പദവി രാജിവെച്ച് കൊണ്ടുവന്ന കുമ്മനം രാജശേഖരനെ നിർത്തി പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നടപ്പാകണമെങ്കിൽ സാധാരണ രാഷ്ട്രീയം പറഞ്ഞാൽ നടപ്പാവില്ല. അതിന് വോട്ട് കച്ചവടം നടത്തണം. വോട്ട് കച്ചവടം BJPയുടെ കാര്യത്തിൽ പുതിയതല്ല. അത് ഞങ്ങളൊന്നുമല്ല പറയുന്നത്, പണ്ട് KG മാരാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അന്ന് നടന്ന വോട്ട് കച്ചവടത്തെക്കുറിച്ച്. 91-ലെ കോലീബി സഖ്യത്തെക്കുറിച്ച് നമുക്കറിയാം. അത് തുടർച്ചയായി നടക്കുന്നതാണ്. അതിൻ്റെ എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള പുതിയ തരത്തിലുള്ള രൂപം അത് തിരുവനന്തപുരത്ത് പയറ്റണം. അതിനെന്താ? അതിന് ഏറ്റവും മികച്ച ഒരു കേന്ദ്രം വട്ടിയൂർക്കാവ് അസംബ്ലി സെഗ്മെൻ്റാണ്. കഴിഞ്ഞ തവണ മുരളീധരൻ ജയിച്ച സ്ഥലമാണ്. ആ മുരളിയെ വടകരയിൽ കൊണ്ടുപോയി ആ വടകരയിൽ BJPയുടെ വോട്ട് മുരളിക്ക് കൊടുത്താൽ പകരമായി മുരളിയുടെ വോട്ട് വട്ടിയൂർക്കാവിലെ വോട്ട് N ബ്ലോക്ക് അങ്ങോട്ട് കൊടുക്കുക. അതായത് ഒരു നാടകമായിരുന്നു ഈ വടകരയിൽ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ. വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്, വലിയ ചർച്ചകളാണ് നടക്കുന്നത് എന്നുള്ളത്. അത് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തതാണ് K. മുരളീധരന്റെ വട്ടിയൂർക്കാവ് ഉപേക്ഷിച്ച് വടകരയിലേക്കുള്ള ഈ യാത്ര എന്നതാണ് ഇപ്പോൾ CPM പറയുന്നത്. എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം
മുരളീധരൻ ചിലപ്പോൾ ആ ഘട്ടത്തിൽ മാത്രമായിരിക്കും ഇത് അറിഞ്ഞതും സമ്മതിച്ചതും. കാരണം അതിനു മുമ്പ് മുരളീധരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് മുരളീധരൻ്റെ അറിവോടെയാണ് ആദ്യം ഇത് നടന്നതെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അറിയുന്ന ആളുകൾ വേറെയുണ്ട്. വടകരയിൽ മാത്രം എന്താ ഇവർക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്തത്? വടകര എന്താ ഇവർക്ക് യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെതായാലും വടകരയുടെ മണ്ഡലത്തിൻ്റെതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള ചിത്രം വേറെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ മൂന്നാമതെത്തിച്ച തിരുവനന്തപുരം മണ്ഡലം, അതിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ BJPക്ക് ഒരു മണ്ഡലമുണ്ട് നിയമം. പക്ഷെ 60,000 ചില്ലുവാനം വോട്ടിന് LDF ആണ് മുന്നിൽ. അതുപോലെ വടകര എടുത്തു നോക്കിയാൽ 76,000 വോട്ടിന് LDF ആണ് മുന്നിൽ. വടകരയുള്ള 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഒരിടത്ത് കുറ്റ്യാടി മാത്രമാണ് UDF ജയിച്ചിട്ടുള്ളത്. ബാക്കി മുഴുവൻ LDF ഭരിക്കുന്ന മണ്ഡലങ്ങളാണ്. 48 പഞ്ചായത്തുകളിൽ 32 LDF ആണ്. 6 നഗരസഭകളിൽ 5ഉം LDFനാണ്. അപ്പോൾ അങ്ങനെ അതിശക്തമായ അടിത്തറ LDFനുള്ള മണ്ഡലമാണ് വടകര. വടകരയിൽ ഇപ്പം ഇവരുടെ ഒരു വ്യാമോഹത്തിൻ്റെ ബേസ് അടിസ്ഥാനത്തിലാണല്ലോ ഈ രാഷ്ട്രീയത്തിൽ എപ്പോഴും 2-2, 4 4 8 എന്നൊക്കെ ഇവർക്ക് തോന്നലുണ്ടാവും. ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് 91 വടകരയിലും ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും ഇവർ കോലീബി സഖ്യം ഉണ്ടാക്കിയത്. അങ്ങനെ സ്ഥാനാർത്ഥികളെ നിർത്തിയത്. ആ സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ എന്താ BJPയുടെയും കോൺഗ്രസിൻ്റെയും UDFൻ്റെ ആകെ വോട്ട് ചേർന്ന് കഴിഞ്ഞാൽ LDFനെ മറികടക്കാൻ കഴിയും എന്നതായിരുന്നല്ലോ ഇവരുടെ ധാരണ. പൊതു സ്ഥാനാർത്ഥിയാണല്ലോ നിർത്തിയത്. അതാർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് എന്തായി? 2 സ്ഥലത്ത് ജനങ്ങളങ്ങ് തിരസ്കരിച്ചു. രത്നസിംഗും അതുപോലെ മറ്റേ ഡോക്ടർ മാധവൻകുട്ടിയും നിയമസഭയിലോ പാർലമെന്റിലോ പോകണ്ട എന്ന് വടകരയിലെയും ബേപ്പൂരിലെയും ജനങ്ങൾ തീരുമാനിച്ചു. അതാണ് നമ്മുടെ ചരിത്രം, നമ്മുടെ അനുഭവം. ആ അനുഭവം ആ പാഠം പഠിക്കാതെ പുതിയ തലത്തിലേക്ക് ഇപ്പൊ പറയുന്നു വടകരയിൽ അങ്ങ് വോട്ട് കച്ചവടം നടത്തി അട്ടിമറിച്ച് കളയുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴാണ് ഇവർ വോട്ട് കച്ചവടം നടത്താതിരുന്നത്? പക്ഷേ വളരെ ശാസ്ത്രീയമായി സമർത്ഥമായി ആരെയും അറിയിക്കാതെ, അതായത് ഇതിൽ പങ്കാളികളായി ഈ നാടകത്തിൽ അഭിനയിക്കുന്ന നടന്മാർക്ക് പോലും പൂർണ്ണ ബോധ്യമില്ലാത്ത രീതിയിൽ ഈ കച്ചവടം ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ നടപ്പാക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നത് സത്യം. ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ശ്രീ PM മനോജ്, വടകരയിൽ അപ്പോൾ ആവശ്യം കുമ്മനത്തിനാണ് അല്ലെങ്കിൽ BJPക്കാണ്? അതാണ് വട്ടിയൂർക്കാവ് വടകര ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ CPM പറയുന്നത്. അവിടെ ആവശ്യം കുമ്മനത്തിൻ്റെതാണ്. എന്നാൽ പകരം UDFന് ലാഭമുണ്ടാക്കാൻ മറ്റു 4 മണ്ഡലങ്ങളിൽ ദുർബല BJP സ്ഥാനാർത്ഥികൾ കൂടി ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ CPM പറയുന്നത്. കൊല്ലം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ മണ്ഡലങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഇന്ന് കോടിയേരി. അതാണോ ശരി? അത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ കൊല്ലത്ത് പരിഗണിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് കേട്ടത് ടോം വടക്കനെയാണ്. ചിന്നക്കടയിൽ ഇതുവരെ ടോം വടക്കൻ പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അതുവഴി ട്രെയിനിൽ കടന്നു പോയിട്ടുണ്ടാവും. അല്ലാതെ ടോം വടക്കനും കൊല്ലവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ബന്ധമില്ലാത്ത സ്ഥലത്ത് മത്സരിപ്പിക്കരുതല്ല. അപ്പോൾ ടോം വടക്കൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് കൊടുക്കാവുന്ന ഏറ്റവും മോശം സ്ഥാനാർത്ഥിയാണ്. അതുപോലെ ഇപ്പോൾ KS രാധാകൃഷ്ണൻ PSC ചെയർമാനൊക്കെ ആയിരുന്നു. ആ വലിയ പദവികളൊക്കെ വഹിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ, പൊതുരംഗത്ത് വരുമ്പോൾ KS രാധാകൃഷ്ണൻ ആർക്കാണ് അറിയാവുക? ആ KS രാധാകൃഷ്ണൻ ആലപ്പുഴ കൊണ്ട് നിർത്തുന്നതാണ് പറയുന്നത്. അത് ആലപ്പുഴയുടെ കാര്യം. അതിന് വേറെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുകയല്ല. അങ്ങനെ ഇന്ന് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ ലിസ്റ്റ് ഇവരിപ്പോൾ 20 മണ്ഡലങ്ങളെ വിഭജിച്ചു. 14 BJP എടുത്തു, 1 PC തോമസ് വിഭാഗത്തിന് കൊടുത്തു, 5 BDJSന് കൊടുത്തു. അതിലും തമാശയുണ്ട്. ഈ BDJS എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് നമുക്കറിയാം. അവർക്ക് കൊടുത്തത് 2 സംവരണ മണ്ഡലങ്ങളാണ്. ഈ സംവരണം, അതായത് ദളിത് സംവരണത്തോടും പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്കോടും BJPക്കുള്ള മനോഭാവം എന്താണ് എന്ന് തെളിയിക്കുന്ന അവർക്ക് ആ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അവർ സ്വന്തം സ്ഥാനാർത്ഥിയെ ഈ സംവരണ മണ്ഡലങ്ങളിൽ പോലും നിർത്താതെ അത് BDJSന് കൊടുക്കുന്നു. അങ്ങനെ വളരെ വിചിത്രമാണ്. അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ ഉള്ള സംഭവം ഈ BJPയുടെ നാളത്തെ ഈ 5 മണ്ഡലങ്ങൾ കണ്ണൂർ, വടകര, കോഴിക്കോട്, അതുപോലെ കൊല്ലം, പിന്നെ അടുത്ത മണ്ഡലം എറണാകുളം. ഇതിലൊരു പ്രത്യേകത, വടകര മണ്ഡലവും കോഴിക്കോട് മണ്ഡലവും എറണാകുളം മണ്ഡലവും കൊല്ലം മണ്ഡലവും ഇത്തവണ ഉറപ്പായും UDFിൽ നിന്ന് LDF പിടിച്ചെടുക്കും. ഇപ്പോൾ UDFിൻ്റെ സിറ്റിംഗ് മണ്ഡലങ്ങളാണ്. ഇത് പിടിച്ചെടുക്കുമെന്ന് ഉറപ്പുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ കണക്കെന്ന് പറയുന്നത് കൊല്ലം മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി സെഗ്മെന്റ്സിലും ജയിച്ചത് LDF ആണ്. അങ്ങനെ വളരെ കൃത്യമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ LDFന് മുൻതൂക്കമുള്ള ഈ മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത് അവിടെ ചില നേർച്ചക്കോഴികളെ കൊണ്ടുപോയി BJP നിർത്തുകയും ആ വോട്ട് കോൺഗ്രസിന് UDFന് മറിച്ചു കൊടുക്കുകയും ചെയ്യുക. പകരമായിട്ട് ഈ ഒരു ഒരെണ്ണം പോലെ. കാരണം ഇപ്പൊ തന്നെ BJP നെകളിക്കുന്നത് 140 അംഗ നിയമസഭയിൽ ഞങ്ങൾക്കൊരാളില്ലേ എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഒരാളെങ്ങനെ ഉണ്ടായത്? തോറ്റ് അവസാനം ജനങ്ങൾക്ക് സഹതാപം,
വലിയ സഹതാപം രാജഗോപാലിനോട് ഒരു ഭാഗത്ത്, പിന്നെയോ നേമത്ത് നല്ല മെച്ചപ്പെട്ട കച്ചവടം നടന്നു. ഇപ്പോൾ വട്ടിയൂർക്കാവിന് നടത്താൻ പോകുന്നത് നേമം മാതൃകയാണ്. നേമത്ത് വളരെ ഭംഗിയായിട്ട് വോട്ട് കച്ചവടം നടന്നു. കോൺഗ്രസ് അങ്ങ് സൂക്ഷിച്ചു. ത്രിപുരയിൽ കണ്ടിട്ടില്ലേ, 40% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് 2% അതുപോലെ നേമത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങൾ നടപ്പാക്കാം എന്ന മോഹം, അത് വ്യാമോഹമാണെന്നുള്ള വേറെ കാര്യം, അതാണ് ഇവരെ നയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ശരി, ശ്രീ PM സുരേഷ് ബാബു, CPM-ന്റെ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ്, ഈ കാര്യങ്ങൾ കേന്ദ്രത്തിലെ നിങ്ങളുടെ ഹൈക്കമാൻഡിന് പോലും ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോഴും വയനാടിന്റെയും വടകരയുടെയും കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അതിന് മുൻപേ തന്നെ ഈ എടുത്തു ചാടി വട്ടിയൂർക്കാവിൽ നിന്ന് മുരളിയെ വടകരയ്ക്ക് അയച്ചത് ഈ പറഞ്ഞ ധാരണ കൊണ്ടാണോ എന്ന ചോദ്യം ഉയരുന്നത് അപ്പോൾ തള്ളിക്കളയാനാകുമോ? ഞാൻ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മറുപടി പറയണം എന്ന് പോലും ആഗ്രഹിക്കാത്ത വിധം അബദ്ധജടിലമായ ആരോപണമാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ മോശവും നിരാശാജനകവുമാണ് ഇതൊക്കെ. ഞാൻ കേരളത്തിലെ CPM-ന്റെ രാഷ്ട്രീയ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരാളല്ല. കേരളത്തിൽ CPM-ന് നല്ല അടിത്തറയുള്ളൊരു പാർട്ടിയാണ്. മറ്റിടങ്ങളിൽ ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. അത് ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ ചില കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടുന്നത് മാത്രം പ്രതികരിച്ച് രാഷ്ട്രീയ രംഗത്തെ ഒരു ശുദ്ധമായ പ്രതലത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ കാലങ്ങളിലും ഒരു പരാജയം മുന്നിൽ കാണുമ്പോൾ അതിന് ഇത്തരമൊരു ന്യായീകരണങ്ങൾ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവുക സാധാരണമാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് നിന്ന് ഞങ്ങൾ വായിച്ചെടുക്കുന്ന ഒരു കാര്യം, 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ CPM UDF-ന്റെ വിജയം സമ്മതിച്ചിരിക്കുന്നു. വടകര, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, കൊല്ലം പൂർണ്ണമായും സമ്മതിച്ചിരിക്കുകയാണ്. ആ ഒരു സമ്മതം ഒപ്പം പിന്നെ കോൺഗ്രസ് സ്ഥിരമായി ജയിക്കുന്ന മറ്റ് മണ്ഡലങ്ങൾ വേറെ. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഈ നേരത്തെ ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ, എക്സിറ്റ് പോൾ അല്ല, പിന്നെ ചില ഇലക്ഷൻ സർവേകൾ വന്നിട്ടുള്ളത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന വിധം CPM ഇങ്ങനെ ഒരു അന്ധമായ ഒരു രാഷ്ട്രീയ പ്രതലത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ ഖേദകരമായ ഒരു വസ്തുത. CPM-ന് എന്തൊക്കെ രാഷ്ട്രീയം പറയാനുണ്ട്? ഞങ്ങളെക്കുറിച്ച് പറയാനില്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളെക്കുറിച്ച് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ്? ആവർത്തിച്ച് ജനങ്ങളത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടുന്നിടത്ത് പാറപ്പുറത്ത് വിത്ത് നടാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഒരുത്തലും എത്ര നനച്ചാലും കുറുക്കാത്ത ഒരു തരം നുണകൾ പ്രചരിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായി പരാജയം സമ്മതിക്കുന്ന സ്ഥിതിയിലേക്ക് ബഹുമാനപ്പെട്ട ശ്രീ കോടിയേരി പോകരുതായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു അഭ്യർത്ഥന. എങ്ങനെയാണ് BJP CPM രാഷ്ട്രീയമായി പറയുന്നതാണ് എന്ന് വേണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പറഞ്ഞു വെക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഇപ്പോഴും ഈ വടകരയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തതിനെ സംശയദൃഷ്ടിയോടുകൂടി കാണുന്നത്? ആ അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ ഞാനൊരു പൊതു ചർച്ചയിൽ അത് ഒരിക്കലും പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം BJP വിരുദ്ധ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുന്ന പരാമർശം എന്റെ ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങൾ ശ്രീ സുരേഷ് ബാബു കൊണ്ടാണ് ഞാനതൊക്കെ ഒരു കൂടുതൽ ചോദിക്കട്ടെ. ഇവിടെ കാലഘട്ടത്തിൽ CPM-ന് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. ഈ ചോദ്യങ്ങളും ആരോപണങ്ങളും അവർക്ക് ഉയർത്താം. അത് നമുക്ക് അങ്ങനെ തന്നെ കാണുകയും ചെയ്യാം. പക്ഷേ ശ്രീ സുരേഷ് ബാബു, എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് ശ്രീ സുരേഷ് ബാബുവിന് ഇപ്പോൾ കേൾക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. PCR ദയവായി ആ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. ശ്രീ നാരായണ നമ്പൂതിരി, BJP സുവർണ അവസരം തേടി 2019 സമീപിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ശബരിമലയിൽ നിന്ന് ഒരു ദിവസം പോലും പിന്നോട്ട് പോകാതെ എല്ലാ ദിവസവും അത് ഊതി വീർപ്പിച്ച് അതിന്റെ അലയടികളുടെ പുറത്തു നിന്ന് വേണം
2019 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്ന് ആലോചിച്ചു വെച്ചതാണ്. ശ്രീധരൻപിള്ള തന്നെ അതിന്റെ പേരിൽ ഒരുപാട് നിലപാടുകൾ ഇവിടെ അറിയിച്ചതാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിച്ച് മുന്നിലെത്താനാകാതെ ഈ സുവർണ അവസരങ്ങളൊക്കെ എവിടെയോ കാറ്റിൽ പറത്തിക്കൊണ്ട് ചില ഉദ്ദേശത്തോടു കൂടി മാത്രം RSSന്റെ ചില ഉദ്ദേശങ്ങൾ മാത്രം നടപ്പിലാക്കാനുള്ള പതിവ് രീതികളിൽ തന്നെയാണോ BJP ഇപ്പോഴും? എന്തുകൊണ്ടാണ് 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പോലും നിങ്ങൾക്ക് നേരത്തെ പ്രഖ്യാപിക്കാൻ ആകാതെ പോയത്? ഇത്തരത്തിൽ ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നതിനെ എങ്ങനെ നിങ്ങൾ നേരിടും? ലാല് ചോദിച്ചതിന് മറുപടി പറയുന്നതിന് മുമ്പ് മനോജിനോട് ഒരു വാക്ക് പറയാനുണ്ട്. മനോജ് നിയമത്തെക്കുറിച്ച് മനോജ് ദേശാഭിമാനിയിൽ എന്ത് വേണമെങ്കിൽ എഴുതിക്കോളൂ. ഈ ചാനലിൽ വന്നിരുന്ന് ഇത് ആളുകൾ ലൈവായി കേൾക്കുകയാണല്ലോ. നിങ്ങൾ ആ വട്ടിയൂർക്കാവിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഡോക്ടർ സീമ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സീമ എന്താ പറഞ്ഞത്? അവരുടെ വോട്ട് മറിച്ചു എന്നാ പറഞ്ഞത്. കഴക്കൂട്ടത്തെ കോൺഗ്രസിന്റെ വോട്ട് CPM-ഉം വട്ടിയൂർക്കാവിലെ CPM-ന്റെ വോട്ട് കോൺഗ്രസിനും മറിച്ചു എന്നുള്ള ആരോപണം അന്നുണ്ടായതല്ലേ? ആരാ സാർ വോട്ട് വിൽക്കുന്നത് ഇവിടെ? കേരളത്തിലെ ഇന്ത്യയിലെ 543 മണ്ഡലങ്ങളിൽ 520 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വോട്ട് കൊടുക്കാൻ ഓടി നടക്കുന്ന, എന്നെയും കൂടെ സഖ്യത്തിൽ പെടുത്തണമേ എന്ന് പറയാൻ നടക്കുന്ന ഒരു പാർട്ടി കേരളത്തിൽ വന്ന് BJPക്കെതിരെ നാണമുണ്ടോ മനോജ്? എനിക്ക് സത്യത്തിൽ ലജ്ജയാണ് മനോജിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാനോ തോന്നുന്നു. കോൺഗ്രസും തമ്മിൽ ദേശാഭിമാനിയിൽ ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയെ പറയുമ്പോൾ പരസ്യമായി എടുക്കുന്ന നിലപാടുകളെ പോലെയാണല്ലോ നിന്ന് വടകരയിലേക്ക് പോയ മുരളീധരന് ചില സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ കുമ്മനത്തിന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം, അത് CPM-ഉം കോൺഗ്രസും തമ്മിൽ ദേശീയ തലത്തിൽ മോദിക്കെതിരെ എടുക്കുന്ന നിലപാടുകളുമായി കൂട്ടിവായിക്കാൻ പറ്റുന്നതല്ലല്ലോ ഈ രഹസ്യധാരണ. ലാലെ, രഹസ്യധാരണ ആരാണ് ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കിയത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കേരളത്തിൽ കാലങ്ങളായി BJPയെ തോൽപ്പിക്കാൻ വേണ്ടി. എന്താണ് അത് പറയുമ്പോൾ നിങ്ങൾ ഉടനെ ലൈൻ മാറ്റുന്നത്? പക്ഷേ നേരത്തെ ചൂണ്ടിക്കാട്ടിയ വടകരയുടെയും ബേപ്പൂരിന്റെയും മുൻ കഥകൾ അസംബ്ലി മണ്ഡലങ്ങളെ CPM കോൺഗ്രസ് വോട്ട് മറിച്ചു. കോൺഗ്രസ് CPM വട്ടിയൂർക്കാവിൽ ജയിച്ച മുരളീധരൻ പറഞ്ഞല്ലോ, മുരളീധരന്റെ പ്രസ്താവനയോടുള്ള CPM-ന്റെ സഹായത്തിലാണ് ഞാൻ ജയിച്ചതെന്ന്. ആ മുരളീധരനാണ് വടകരയ്ക്ക് പോകുന്നത്. വടകരയിലും CPM-ന്റെ സഹായം മുരളീധരന് കിട്ടുമെന്ന് ഉറപ്പാ. അതുകൊണ്ടാണ് മുരളീധരൻ വട്ടിയൂർക്കാവിൽ CPM മുരളീധരനെ വിജയിപ്പിച്ചതുപോലെ വടകരയിലും ലഭിക്കും എന്ന് മുരളീധരൻ ഉറപ്പായതുകൊണ്ടാണ് മുരളീധരൻ പോകുന്നത്. ശരി, ഇക്കാര്യത്തിൽ CPM മറുപടി പറയട്ടെ. പക്ഷേ ഈ ആരോപണങ്ങളെക്കാൾ അപ്പുറം നിങ്ങൾ മറുപടി പറയേണ്ടി വരുന്നത്, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെടേണ്ടത് നിങ്ങൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കൂടി എങ്ങനെ നിങ്ങൾക്ക് വിശദീകരിക്കാനാകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് സുവർണ അവസരം തേടുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകുന്നില്ല. സംസ്ഥാന പ്രസിഡന്റ് തന്നെ പിണങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഒരു മണ്ഡലം കിട്ടാത്തതിന്റെ പേരിൽ. ഇപ്പോൾ ഇവിടെ വരുന്ന ലിസ്റ്റിൽ കാണുന്ന പേരുകളിൽ 5 മണ്ഡലങ്ങളിൽ ദുർബലരായ, ഇന്നലെ വരെ AICC-യുടെ ഓഫീസിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി പറഞ്ഞവരൊക്കെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാകുന്ന അവസ്ഥ, ഇതുപോലെയുള്ള പല കണക്കുകളും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ സുവർണാവസരം ഇല്ലാതാക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ തന്നെ അണികൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പൊങ്കാലയിടുന്നു എന്ന വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതാണ് കാണുന്നത് ഈ ദിവസമൊക്കെ. ലാലെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിച്ച നിങ്ങളുടെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ആയിരുന്നു. അതുവരെ നിങ്ങൾക്കെതിരായി ശക്തമായി പറഞ്ഞിരുന്ന കോൺഗ്രസിന്റെ DCC പ്രസിഡന്റിനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം സ്വർഗീയമാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം ആദർശപരമാണ്. നിങ്ങളുടെ പാർട്ടി കാലുമാറി വരുന്ന അല്ലെങ്കിൽ പാർട്ടി മാറി വരുന്ന ഒരാളെ സഹായിക്കുമ്പോൾ അത് വളരെ ആദർശപരമാണ്. മറ്റു പാർട്ടികളിലേക്ക് ഒരാൾ പാർട്ടിയിൽ പുതിയ മെമ്പർഷിപ്പ് എടുത്തു വരുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് വർഗീയമാണ്, അത് ആദർശ വിരുദ്ധമാണ്. ഇതെന്ത് സമീപനമാണ് സർ? CPM അല്ലേ ഫിലിപ്പോസിനെ സ്ഥാനാർത്ഥിയാക്കിയത് പത്തനംതിട്ടയിൽ? കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് അല്ലായിരുന്നോ? ശ്രീ നാരായണ നമ്പൂതിരി, എന്ത് രാഷ്ട്രീയമാണ്? പത്തനംതിട്ട സംബന്ധിച്ചിടത്തോളം 20-ൽ 1 മാത്രമാണ്. അവർക്ക് പലതവണ 19 സീറ്റ് വരെ കിട്ടിയ സംസ്ഥാനമാണിത് ഇടതുപക്ഷത്തിന്.
അത് പോട്ടെ, നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടുന്നത് വലിയ ചരിത്ര സംഭവമാണ് എന്നിരിക്കെ ആ ഒന്നിന്റെ കാര്യത്തിൽ പോലും തീർച്ചയില്ലാത്തിടത്ത് സുവർണ അവസരം എന്ന് പറഞ്ഞിട്ട് അതിൽ 5 എണ്ണം ഈ ഇന്നലെ വന്നവർക്ക് കൊടുക്കുകയും KS രാധാകൃഷ്ണനെ പോലെ ആ ഭാഗത്ത് കിട്ടാനുള്ള ആളുകൾ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നതാണ് സംശയം. കേരളം മാറി മാറി ഭരിച്ച CPM ഇന്നലെ വന്നവരെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ടല്ലോ. ഇന്നലെ വന്നവരെ സ്ഥാനാർത്ഥികൾ നിങ്ങൾ നമ്മുടെ CPM-നെ കണ്ട് നിങ്ങൾ അതുപോലെ ചെയ്യാൻ കേരളത്തിൽ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള വിഭവം ഇവിടെ ഇല്ലല്ലോ. നിങ്ങൾ ഇനി അത് തെളിയിക്കണ്ടേ? അല്ല, വിഭവം ഉണ്ടോ എന്നൊന്നും കൈരളി ചാനലിന്റെ ന്യൂസ് റൂമിൽ ഇരുന്നല്ലോ തീരുമാനിക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങളാണ്. എന്താണെങ്കിലും സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിക്കുന്നവരല്ലല്ലോ ജയിക്കുന്നത്. ആദ്യം പ്രഖ്യാപിക്കുന്നത് ആരെയെന്ന് നോക്കിയല്ലോ പാർലമെന്റിൽ ചെല്ലുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്ന ആർക്കെന്ന് നോക്കിയല്ലേ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കേരളത്തിൽ BJP-ക്ക് അനുകൂലമായി ഒരു ചിന്തയുണ്ട്, BJP-ക്ക് അനുകൂലമായി തരംഗമുണ്ട്, BJP ജയിക്കും. ഒറ്റ ചോദ്യം കൂടി, ഈ കാര്യത്തിൽ ഞങ്ങളല്ല ജയിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു പാർട്ടിയും ഇല്ലല്ലോ. എല്ലാവരും പറയുന്നത് ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത് എന്നാണ്. BJP-യും അങ്ങനെ പറയുന്നു. പക്ഷെ ചോദ്യം അതല്ല. ഇതാ ഇവിടെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് ഒരാൾ വടകരയ്ക്ക് പോയിരിക്കുന്നു. അത് കുമ്മനത്തിന് വേണ്ടി. ഇവിടെ വട്ടിയൂർക്കാവിൽ തിരുവനന്തപുരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ഭാഗത്തുള്ള ഒരു ധാരണയുടെ പുറത്താണ് ശക്തനായ വട്ടിയൂർക്കാവിന്റെ ഒരു MLA ഇവിടെ ഉള്ളപ്പോൾ ആ മണ്ഡലത്തെ നോക്കി നടത്തി ശശി തരൂരിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളിനെ വടകരയ്ക്ക് വിടുന്നു. അവിടെ ഒരു വലിയ ഒഴിവുണ്ടാകുന്നു. ഈ കാര്യത്തിൽ ഇപ്പോൾ തന്നെ അവിടെയുള്ള കോൺഗ്രസ്സുകാർക്കോ ബാക്കിയുള്ളവർക്കോ അടുത്ത സ്ഥാനാർത്ഥി ആര് എന്ന തെരച്ചിലാണ് ഇപ്പോൾ തന്നെ. ഈ ശശി തരൂരിനെ വിജയിപ്പിക്കാനുള്ള ഒരു വലിയ ആവേശമൊന്നുമല്ല. അവിടെ കുമ്മനത്തിന് പ്രയോജനം കിട്ടുന്നു. ഇതാണ് PM മനോജ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം. നിയമത്തിന്റെ മാതൃക വട്ടിയൂർക്കാവിൽ വരുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മറുപടി പറയാതെ എല്ലാം ജനറലൈസ് ചെയ്ത് പോയാൽ എങ്ങനെ ശരിയാകും ശ്രീനാരായണ നമ്പൂതിരി? അല്ല, ഒന്നും ജനറലൈസ്. ഞാൻ വട്ടിയൂർക്കാവ് വടകരയിൽ ആവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് മുരളീധരൻ വടകരയ്ക്ക് പോയതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. വട്ടിയൂർക്കാവിന്റെ ചരിത്രം എന്താ? കുമ്മനം വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ശ്രീനാരായണ നമ്പൂതിരി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് വടകര. ജയരാജനെ പോലെ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയാണ്. അവിടെ വിജയിപ്പിക്കും എന്നൊക്കെ പറയുന്നത് വെറും ഒരു ആരോപണം മാത്രമായി മാത്രമേ രാഷ്ട്രീയ വിദ്യാർത്ഥികളോ അല്ലാത്തവരോ. വട്ടിയൂർക്കാവിൽ നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. വട്ടിയൂർക്കാവിൽ നിങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു. നേരത്തെ ശബ്ദത്തിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. സുരേഷ് ബാബു തുടരാൻ ആകാത്തതുകൊണ്ട് ശ്രീ PM സുരേഷ് ബാബു, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കണമെങ്കിലും ഹൈക്കമാൻഡ് എന്താണ് ഇപ്പോൾ നിങ്ങളോട് കാണിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം ആവശ്യമുണ്ട്. ഹൈക്കമാൻഡ് ഇപ്പോഴും വടകരയുടെ കാര്യത്തിൽ നിങ്ങളുടെ ഇവിടുത്തെ നേതാക്കന്മാർ എടുത്ത തീരുമാനത്തെ ശരിവെച്ച് ഇതുവരെ കണ്ടില്ല. 24 മണിക്കൂറിലധികമായല്ലോ ഈ കാര്യത്തിൽ നിങ്ങളുടെ പ്രഖ്യാപനവും ആഘോഷവും കഴിഞ്ഞിട്ട്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇലക്ഷൻ കമ്മിറ്റിയാണ് ഇതിന് ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻ നടത്തേണ്ടത്. രാഹുൽ ഗാന്ധി നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലാണുള്ളത്. ഇന്നലെയും ഇന്നും. ഇന്ന് രാത്രിയോടുകൂടിയേ അദ്ദേഹം തിരിച്ചെത്തുകയുള്ളൂ. ഇന്ന് രാത്രി തിരിച്ചെത്തി ഒരു യോഗം ചേരാനുള്ള സമയത്തിലാണ് അദ്ദേഹം തിരിച്ചെത്തുന്നതെങ്കിൽ ഇന്ന് ചേരും, അല്ലെങ്കിൽ നാളെ ചേരും. ആ ചോന്നാൽ ഔപചാരികമായ പ്രഖ്യാപനം ഈ കാര്യത്തിലും ധാരണയിലും അതുണ്ടാകും. ശ്രീ PM സുരേഷ് ബാബു, സംശയം കൂടി ചോദിക്കട്ടെ. ഡൽഹിയിലെ രണ്ട് മണ്ഡലങ്ങൾ ആറ്റിങ്ങലും ആലപ്പുഴയും ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു. ഈ 4 മണ്ഡലങ്ങൾ ഒരേ സമയമാണ് തീരുമാനമായത്. 2 എണ്ണം മാത്രം എങ്ങനെയാണ് നേരത്തെ തീരുമാനിച്ചതും 2 എണ്ണം മാറ്റിവെച്ചതും? അല്ലല്ല, ഇന്നലെയല്ല പ്രഖ്യാപിച്ചത്. അതിന്റെ മുമ്പേ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ മുമ്പേ തന്നെ തീരുമാനവും പ്രഖ്യാപനവും TV-യിൽ കണ്ടില്ല. സീരിയലൈസ് ചെയ്ത് തന്നെ കൊണ്ടുവന്നിരിക്കും. മിനിഞ്ഞാന്ന് രാത്രിയിലായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയിൽ വന്നു. അത് രാവിലെ പോയതാണ് അദ്ദേഹം. തീരുമാനിക്കപ്പെട്ടിരുന്നു. അതിവിടെ ആഘോഷിച്ചതാണ്. തീരുമാനമായിട്ടില്ല. തീരുമാനമായിട്ടില്ലായിരുന്നു. ഇൻസൈഡ് സ്റ്റോറി അറിയുന്ന ആളുകളല്ലേ ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ. ഇന്ന് മാധ്യമങ്ങൾ തന്നെ എഴുതിയല്ലോ ധാരണയും. അതെ, അതുകൊണ്ടാ പറഞ്ഞത്. ഈ തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് യോഗം, കമ്മിറ്റി രൂപീകരണ യോഗം നടക്കുമ്പോഴാണ് ഡൽഹിയിൽ നിന്ന് നേതാക്കന്മാരുടെ കോൾ വന്നതും മുരളി സമ്മതിക്കുന്നതും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇന്നലെ ചാനൽ കണ്ടതല്ലോ. അപ്പൊ ഇന്നലെ വൈകുന്നേരമാണ് അത്തരം ഒരു ധാരണയിലേക്ക് ഉരുത്തിരിഞ്ഞു വന്നത്.
അതുകൊണ്ട് ഇതൊക്കെ സാങ്കേതികമാണ് സാർ, ഇതെല്ലാം വളരെ സാങ്കേതികമാണ്. ഇത് പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ ഘടകത്തിന് നേരിടുവാൻ ഇത്രയും അടിസ്ഥാനരഹിതമായ ഇത്രയും നട്ടാൽ കൊടുക്കാത്ത നുണകൾ വേണമോ? എന്തൊക്കെ ഞങ്ങളെ കുറിച്ച് പറയാം? ഇത്ര കാലം എത്രയൊക്കെ പറഞ്ഞിരുന്നു, ഇപ്പൊ മറ്റതൊക്കെ മാറ്റിയില്ലേ? ഓരോരോന്ന് മാറുന്നില്ലേ? ഞാൻ അന്നും ഇന്നും എല്ലാ കാലത്തും ശ്രീ ലാലിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ എടുക്കുന്ന നിലപാട് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സൈദ്ധാന്തികത്വത്തെ എതിർത്ത് പരാജയപ്പെടുത്തണം എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ സാമാന്യം ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനവും കൂടി അതിൽ പങ്കുചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അവര് ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലത്ത് BJPയെ ദുർബലമാക്കുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിനെ ദുർബലമാക്കണം എന്ന വളരെ എന്താ പറയണ്ടത് പൊതുസമൂഹം അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ അതിന് ബഹുമാനപ്പെട്ട ശ്രീ കോടിയേരി തന്നെ നേതൃത്വം നൽകുന്നു എന്നത് വേദനാജനകമാണ്. PM സുരേഷ് ബാബുജി, എനിക്ക് താങ്കളുടെ കാര്യത്തിൽ സംശയമില്ല. താങ്കൾ ഒരു പക്ഷേ നേരത്തെ ഈ ചർച്ചകളിൽ തന്നെ ന്യൂസ് ആൻഡ് വ്യൂസിലൊക്കെ പങ്കെടുത്തപ്പോഴും BJPക്കെതിരായി ശക്തമായി നിലപാടെടുത്ത ആളാണ്. അതുകൊണ്ടാണ് എന്റെ സംശയം, താങ്കൾ ഇപ്പോൾ ഈ കാര്യത്തിൽ ഹൈക്കമാൻഡിനൊപ്പമാണോ എന്ന്. അതായത് ഹൈക്കമാൻഡ് ഇപ്പോഴും വടകരയുടെ കാര്യത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ച് തിരുവനന്തപുരത്ത് കുമ്മനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങുമായി കേരളത്തിൽ എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ എന്നൊക്കെ, അമിത്ഷായുടെ ചർച്ചയ്ക്കൊപ്പം ആരൊക്കെ നിന്നിട്ടുണ്ടോ എന്ന സംശയത്തിന്റെ പുറത്താണോ ഇപ്പോഴും ഹൈക്കമാൻഡിന് അതൃപ്തി എന്ന ഒരു ചോദ്യം ഇപ്പോഴും ഇവിടെ ഉയരുന്നുണ്ട്. അതിനൊപ്പമാണോ ശ്രീ സുരേഷ് ബാബുവും നിൽക്കുന്നത് എന്നതാണ് എന്റെ സംശയം. അതുകൊണ്ട് തന്നെ താങ്കൾ വിശ്വസിക്കാത്ത, താങ്കൾക്ക് ദഹിക്കാത്ത ഈ കാര്യം ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് ഇടതുപക്ഷം പറയുന്നതിനെ അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയണമോ ഇപ്പോഴും ഹൈക്കമാൻഡിന്റെ കാര്യത്തിൽ ഒരു തീർപ്പ് വരാത്തിടത്തോളം? ഹൈക്കമാൻഡിന്റെ തീർപ്പ് ഇപ്പൊ വരും, അത് പെട്ടെന്ന് തന്നെ വരും. ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹം വന്നു കഴിഞ്ഞാൽ, ഇന്ന് രാത്രി ഇരിക്കാൻ പറ്റുന്ന സമയത്താണ് അദ്ദേഹം തിരിച്ചെത്തുന്നതെങ്കിൽ ആ കാര്യത്തിൽ ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പോഴും വീണ്ടും വീണ്ടും പറയാൻ അതാണുള്ളത്. നമുക്ക് തോൽപ്പിക്കേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആവശ്യമാണ്, ഇന്ത്യയുടെ പ്ലൂരാലിറ്റിയുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ആ നിലനിൽപ്പ് ആവശ്യത്തിന് വേണ്ടി നമുക്ക് പരാജയപ്പെടുത്താനുള്ളത് BJPയും RSS സംഘപരിവാർ സംഘടനകളെയാണ്. ആ രാഷ്ട്രീയം കേരളത്തിന്റെ മണ്ണിൽ കൂടുതൽ പ്രായോഗികമാക്കണമെങ്കിൽ എല്ലാം കൊണ്ടും ഇടതുപക്ഷത്തിന്റെ സഹായവും സഹകരണവും വേണം. അവർ തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? വരുന്ന ഈ ആരോപണത്തിന്റെ സമയം, ആ സ്പേസ് അതുകൊണ്ട് മാത്രമാണ് എന്ന് ശ്രീ PM സുരേഷ് ബാബു പറയുന്നു. വടകരയെ കുറിച്ച് വലിയ അറിവുള്ള ആളാണ് അദ്ദേഹം എന്ന് താങ്കൾ നേരത്തെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തതാണ്. അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്നത് കേരളത്തിലെ ഈ ധാരണ അറിയാത്തത് കൊണ്ടാണോ അതോ അദ്ദേഹം പറയുന്നതാണോ ശരി? അല്ല, 91 സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോഴും ഇവർ പറഞ്ഞ ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾ ഒരു ധാരണയില്ല, ഞങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ടൊരു സ്ഥാനാർത്ഥി നിർത്തുകയാണെന്ന്. പക്ഷേ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു, ജനങ്ങളത് വിശ്വസിച്ചു, ജനങ്ങൾ പരാജയപ്പെടുത്തി. BJP KG നാരായണ നമ്പൂരി എന്നെ ദേശാഭിമാനിയിൽ എഴുതാൻ പഠിപ്പിക്കുന്നതിന് പകരം സ്വന്തം പാർട്ടിയുടെ ചരിത്രം ഒന്ന് വല്ലപ്പോഴും എടുത്ത് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. KG എഴുതി പുസ്തകമുണ്ട്, കുഞ്ഞിക്കണ്ണൻ ഇവിടെ തന്നെ ഉണ്ട് ജന്മഭൂമിയിൽ. ആ കുഞ്ഞിക്കണ്ണനോടെങ്കിലും ചോദിക്കണം എങ്ങനെയായിരുന്നു BJPയും കോൺഗ്രസ് തമ്മിൽ ചർച്ച നടത്തിയെന്നും എങ്ങനെയാണ് കച്ചവടം നടത്തിയെന്നും. BJPയിൽ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. ആ അന്വേഷണ കമ്മീഷൻ PP മുകുന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ ചരിത്രമാണ്. ഈ ചരിത്രമൊന്നും അറിയാതെ ഇവിടെ വന്നിട്ട് ലാലേ 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 വിളിച്ചാൽ ചർച്ചയാവില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സ്വന്തം പാർട്ടിയുടെ ചരിത്രം ആദ്യം പഠിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ പത്രപ്രവർത്തനം പഠിപ്പിക്കാൻ നടക്കുക. നമ്മളിപ്പോ ചർച്ചയിൽ മാന്യമായിട്ടാണല്ലോ പെരുമാറേണ്ടത്. ആ മാന്യമായിട്ട് പെരുമാറണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ കൂടുതൽ കടുത്ത വാക്കുകൾ താങ്കൾക്കെതിരെ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇത് ജനം ചാനലല്ല, ജനം TV അല്ല, ഇത് പീപ്പിൾ ചാനലാണ്, ജനങ്ങളുടെ ചാനലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ അല്പം മാന്യത എനിക്കാവാം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ മാന്യത പാലിക്കുകയാണ്. എന്നെ ദേശാഭിമാനിയിലെ എഴുത്ത് പഠിപ്പിക്കാൻ ഏതോ ഒരു നാരായണ നമ്പൂരി വരേണ്ട കാര്യമില്ല. അത് അവിടെ പോയി പഠിപ്പിച്ചാൽ അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ബഹളം വെച്ച ആളാവല്ലേ? എന്റെ അടുത്തും വേണ്ട മനോജ്, ബഹളം വെച്ച ആളാവല്ലേ? നടക്കുന്ന സ്ഥലം വരെ ഉണ്ടാവും. വ്യക്തിപരമായി ആകേണ്ട ശ്രീ നാരായണ നമ്പൂതിരി, നമുക്ക് രാഷ്ട്രീയം മാത്രം പറയാം. ഇല്ലാത്ത KG മാരാർജി എഴുതാത്ത ഒരു പുസ്തകം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ താങ്കളിലേക്ക് അവസരം വരുമ്പോൾ താങ്കൾ പറയുക. ശ്രീ മനോജ് പറയട്ടെ. ജന്മഭൂമിയിൽ കുഞ്ഞിക്കണ്ണൻ അവിടെ ഇരിപ്പുണ്ട്, ഒന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കുക
എന്താണ് KG മാരാരുടെ പുസ്തകത്തിൽ KG മാരാരുടെ എന്താണ് ഉള്ളത് അദ്ദേഹത്തോട് ചോദിക്കൂ. അല്ലല്ല, അത്തരം സാങ്കേതികതയിലേക്ക് നാരായണൻ നമ്പൂതിരി എന്നെ കൊണ്ടുപോണ്ട. നിങ്ങളെക്കാൾ നന്നായിട്ട് RSSന്റെയും BJPയുടെയും കേരളത്തിലെ ചരിത്രവും ഭൂമിശാസ്ത്രവും പഠിച്ച ആളാണ് ഞാൻ. അങ്ങനെ അഹങ്കാരം പറയല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നും എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി പഠിച്ച ആളാണ് ഞാൻ. അക്കാര്യത്തിൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട കാര്യം അത് പോട്ടെ. ഇവിടെ കേരളത്തിൽ എല്ലാ ഘട്ടത്തിലും BJPയും കോൺഗ്രസും തമ്മിൽ ധാരണ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വെറുതെ മൈതാന പ്രസംഗം നടത്തിയതല്ല, ഞാൻ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അതിപ്പോഴും ആവർത്തിക്കുന്നു. BJP ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച് പുറത്താക്കിയിട്ടുണ്ടെന്ന് നടപടികളുണ്ടല്ലോ. താങ്കളിലേക്ക് വരാം. അപ്പോൾ താങ്കൾ പറയുന്നതല്ലേ എല്ലാവർക്കും കേൾക്കാനും ഇടയാകുക, ചർച്ച മുന്നോട്ട് പോകുന്നതിനും സഹായിക്കുക. മനോജ് പറയട്ടെ. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ശബ്ദം മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ഞാൻ പറയണ്ടെന്ന് വെക്കുക. ഏതെങ്കിലും രണ്ടിലൊരു കാര്യം ഇറങ്ങി പോകാൻ പറഞ്ഞാൽ മതി. ശ്രീ നാരായണ നമ്പൂതിരി, ദയവായി അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നമുക്ക് വേണ്ട. ഈ കാര്യത്തിൽ ഇപ്പോൾ ശ്രീ PM മനോജിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു, അദ്ദേഹം അത് വിശദീകരിക്കുകയാണ്. അത് കേട്ടതിന് ശേഷം താങ്കൾക്ക് പറയാനുള്ളത് പറയുക. ശ്രീ PM മനോജ്, താങ്കൾ പറയുക. അല്ല, BJPയിൽ ഒരു അന്വേഷണ കമ്മീഷൻ വന്നിട്ടുണ്ട് വോട്ട് കച്ചവടം അന്വേഷിക്കാൻ. PP3 എന്തിനാ നടപടി വന്നത്? എത്ര BJP നേതാക്കൾക്ക് നടപടി വന്നു? ഇതൊക്കെ കേരളത്തിലെ BJPയിൽ നടന്ന കാര്യമാണ്. ഇതെല്ലാം ചരിത്രമാണ്. ഇതൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല. പിന്നെ കോൺഗ്രസിന്റെ കാര്യം, ഈ കേരളത്തിൽ എത്ര കൊലപാതകങ്ങൾ BJP നടത്തി? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഒരു നേതാവ്, സുരേഷ് ബാബുവിനെ ഞാൻ പറയുന്നില്ല, അദ്ദേഹം കടുത്ത BJP വിരോധമൊക്കെയുള്ള മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എപ്പോഴെങ്കിലും ഒരു BJPക്കാരന്റെ RSSകാരൻ നടത്തിയ കൊലപാതകത്തെ എതിർക്കുന്നതായിട്ടോ അപലപിക്കുന്നതായിട്ടോ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പകരം ഈ BJPയോടൊപ്പം കോൺഗ്രസിൽ നിന്ന് CPIMനെ വേട്ടയാടാനാണ് പോയത്. ഇതിപ്പോ 2004 അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ. 2004 സമാനമായ അവസ്ഥയായിരുന്നു. അന്ന് കേന്ദ്രം BJP ഭരിക്കുന്നു, വാജ്പേയി ഭരിക്കുന്നു. കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഇടതുപക്ഷമാണ് ഈ രാജ്യത്തെ മതനിരപേക്ഷ സർക്കാർ സ്ഥാപിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൃത്യമായ സംഭാവന നൽകാൻ പറ്റുന്ന പക്ഷമെന്ന് ഞങ്ങൾ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ അതല്ലേ വിശ്വസിച്ചത്? അതുകൊണ്ടല്ലേ കോൺഗ്രസിലെ ഒരാളെ പോലും അന്ന് ലോക്സഭയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ അയക്കാതിരുന്നത്? അവിടെ ഒന്നാം UPA ഗവൺമെന്റ് ഉണ്ടായി. ആ ഗവൺമെന്റിന് ഒന്നുമില്ല, ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യവും സ്വാധീനവും കൊണ്ടാണല്ലോ ആ ഗവൺമെന്റ് വളരെ പരിമിതമായെങ്കിലും ചില ജനോപകാരപ്രദമായ നടപടികൾ നടപ്പാക്കേണ്ടി വന്നത്. അതിന്റെ ബലത്തിലല്ലേ നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്? അതും കഴിഞ്ഞ് നിങ്ങൾ ഒറ്റയ്ക്ക് ഭരിച്ചു. പിന്നെന്താ ഉണ്ടായത്? അവസാനം 2014 എന്താ ഉണ്ടായത്? അഴിമതി, ഹിമാലയൻ അഴിമതികളുടെ പരമ്പര. നിങ്ങൾ അഴിമതിക്കാരാണെന്ന് രാജ്യം മുഴുവൻ വിശ്വസിച്ചു. അതിന്റെ ചെലവിലല്ലേ BJP ജയിച്ചു വന്നത്? നിങ്ങളിപ്പോ ആ 400 ലോക്സഭയിൽ 400-ലധികം സീറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ 44-ലേക്ക് ചുരുങ്ങിയത് ഞങ്ങളുടെ ഒന്നും കുഴപ്പം കൊണ്ടല്ലോ. രാജ്യത്തെ എല്ലാ മേഖലയിലും സാന്നിധ്യമുള്ള പാർട്ടി എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ കൊച്ചു പാർട്ടിയാണ്. പക്ഷേ നിങ്ങളുടെ പാർട്ടി എങ്ങനെയാണ് ചുരുങ്ങിപ്പോയത്? എങ്ങനെയാണ് 33% വോട്ട് മാത്രം നേടിയ BJP നരേന്ദ്രമോദിക്ക് രാജ്യത്ത് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്? നിങ്ങളുടെ അഴിമതി കൊണ്ടല്ലേ. PM സുരേഷ് ബാബു, ഈ ഇടതുപക്ഷം അവരുടെ ചരിത്രപരമായ പങ്ക് ഏത് രീതിയിൽ വഹിച്ചു എന്നുള്ളത് ശ്രീ PM മനോജ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടി. അക്കാര്യത്തിൽ അവർ ഏത് രീതിയിലാണ് 2004 കേരളത്തിൽ വിജയിച്ചു വന്നത്, 2004 UPA സർക്കാരിനെ കൊണ്ടുവന്നത്, 2009 പോകാൻ വീണ്ടും തിരിച്ചു വരാൻ UPAക്ക് സാധിച്ചതിന്റെയൊക്കെ സാധ്യതകൾ എങ്ങനെയാണെന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചത് ചരിത്രമാണ്. അപ്പോൾ ആ രീതിയിൽ കേരളത്തിൽ പ്രചരണ രംഗത്ത് രാഷ്ട്രീയം പറയുമ്പോൾ വല്ലാതെ അവരെ അടക്കി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അക്രമ രാഷ്ട്രീയത്തിന്റെ പേര് പറയുമ്പോൾ ചില മുഖങ്ങളൊക്കെ ഓർമ്മ വരുമെന്ന് മുരളീധരൻ പറയുന്നുണ്ടായിരുന്നു. മുരളീധരന്റെ ചരിത്രവും അവർ പറയാൻ ശ്രമിച്ചാൽ ആ രീതിയിൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെയാണോ പരസ്പര ബഹുമാനത്തോടു കൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് പോരാടേണ്ടത്? അല്ല, ഒന്ന് അങ്ങൊരു കൃത്യമായ ഒരു അമ്പയറായിട്ടൊന്ന് പരിശ്രമിക്കും. നമ്മളിപ്പോൾ അരമണിക്കൂറോളം സംസാരിച്ചില്ലേ? പരസ്പര ബഹുമാനത്തോടു കൂടിയാണോ ഇവിടെ CPM മനോജും ശ്രീ നാരായണൻ നമ്പൂതിരിയും സംസാരിക്കുന്നത്? ഞാൻ ആരെങ്കിലും ഒഫൻഡ് ചെയ്ത് സംസാരിച്ചോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ഇക്കാര്യത്തിൽ? എനിക്കൊരു പൊളിറ്റിക്കൽ കൺവിക്ഷൻ ഉണ്ട്. ആ പൊളിറ്റിക്കൽ കൺവിക്ഷൻ എന്താണ്? ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ആരോപണം അക്രമ രാഷ്ട്രീയമല്ല, അതുപോലെ തന്നെ അഴിമതിയല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സകലമാന പില്ലേഴ്സും തകർത്തുകൊണ്ടിരിക്കുന്ന BJP ഭരണത്തെ ഏത് വിധേനയും താഴത്തിറക്കണം. അതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ പ്രൈമായിട്ടുള്ള ഒരു ഇഷ്യൂ. അതിനനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2004 ഉള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിനെ കുറിച്ചാണെങ്കിൽ
2004 പശ്ചാത്തലത്തെ ഓർമ്മിക്കാൻ ഇടതുപക്ഷത്തിനുള്ള അവകാശത്തെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ 2009 വേറെയുണ്ട്, 16-ഉം 4-ഉമായി ചുരുങ്ങിപ്പോയ സംഭവമുണ്ട്. അതെന്താ മനോജ് ഓർക്കാത്തത്? അല്ല, ആ 16 നിങ്ങളുടെ സർക്കാരിന്റെ, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം കൂടി സപ്പോർട്ട് ചെയ്ത സർക്കാരിന്റെ ഗുണഗണങ്ങൾ കൂടിയായിരുന്നു നിങ്ങൾക്ക് തന്ന 16. ആ 16 നിങ്ങൾക്ക് കിട്ടിയപ്പോൾ പിന്നീട് 2014 എന്ത് സംഭവിച്ചു? ആ എണ്ണം എങ്ങനെ വന്നു? അല്ല മനോജ്, സോറി ലാൽ, ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിന്റെ ക്രെഡിറ്റ് ഇടതുപക്ഷത്തിന് എടുക്കാമായിരുന്നു. ഞാൻ അതിനകത്ത് നിഷേധിക്കുന്നില്ല. കാരണം ഞാൻ ഇപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അതൊരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ലിബറൽ ഡെമോക്രാറ്റിക് സംവിധാനമാണ്, റിജിഡ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സംവിധാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടേത്. ഞാനത് അംഗീകരിക്കുന്ന ഒരാളാണ്. ആ രണ്ടിന്റെയും കൂടി സഖ്യമുണ്ടായാൽ കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വഴിമാറലുകളോ വഴിതെറ്റലുകളോ ഉണ്ടാകുമ്പോൾ അവരെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു ഇടതുപക്ഷത്തിന്. പക്ഷേ ഒരു തരത്തിലും ആവശ്യമില്ലാത്ത 2008 ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം കോൺഗ്രസിനെ ബിജെപിയുമായി കൈകോർത്ത് ചേർന്ന് അവിശ്വാസ പ്രമേയത്തിലൂടെ ഈ ഭരണത്തെ പുറത്താക്കാൻ ശ്രമിച്ചത് കേരളവും ഇന്ത്യ രാജ്യവും മറന്നിട്ടില്ല. ഞാൻ അതൊന്നും എടുത്തിടാത്തത് എന്തുകൊണ്ടാ? അതല്ല ഇന്നത്തെ നരേന്ദ്രമോദി വീണ്ടും വരുന്നത് വലിയ അപകടമാണ് എന്ന് കരുതി നിങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അക്കാര്യത്തിൽ ഇടതുപക്ഷം വഹിക്കേണ്ട പങ്ക് നേരത്തെ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ 2004 കണ്ട ആ പങ്ക് വഹിക്കേണ്ട ഇടതുപക്ഷം ആ രാഷ്ട്രീയം പറഞ്ഞാണ് കോൺഗ്രസിന്, താങ്കൾ ഇപ്പോൾ ആവശ്യപ്പെട്ട കോൺഗ്രസിനെ തെറ്റുകളിൽ നിന്ന് തിരുത്താൻ വേണ്ടി ഒരു കറക്റ്റീവ് ഫോഴ്സായി ഡൽഹിയിൽ ഇവിടെ നിന്നുള്ള കുറച്ചു പേർ വേണം എന്നുള്ള കാര്യം ജനങ്ങളോട് പറഞ്ഞാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നിടത്താണ് നിങ്ങൾ ഇപ്പോൾ ഈ വട്ടിയൂർക്കാവ് വടകര മോഡൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന ആരോപണം കേൾക്കുന്നത്. അത് നിങ്ങൾ പഠിക്കണ്ടേ, പരിശോധിക്കണ്ടേ? അവിടെയാണ് തെറ്റ്, അതാണ് തെറ്റ്. അത് പറയണം, അത് പറയാൻ മതിയായിരുന്നു. ഏറ്റവും നല്ല മുദ്രാവാക്യവും സ്ലോഗനും അതാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണവും വരികയാണെങ്കിൽ അവരെ കൃത്യമായ വഴികളിലൂടെ നയിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ആ ഇടതുപക്ഷ സാന്നിധ്യത്തിന് ഇന്ത്യ രാജ്യത്ത് പ്രബലമായ ഒരു സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെയെങ്കിലും ഇടതുപക്ഷത്തിന് ഞങ്ങൾക്കൊന്ന് ജയിപ്പിച്ചു തരണം എന്ന് പറയുന്നതിന് പകരം ഇവിടെ കോൺഗ്രസ് ജയിക്കാൻ പോകുന്നിടത്ത് ആ ജയത്തിന്റെ പിന്നിൽ BJP ആണ് എന്ന് വരുത്തി തീർത്ത് മറ്റേതൊക്കെയോ പെട്ടിയിൽ നിന്നും കൊട്ടയിൽ നിന്നും വോട്ടുകൾ കിട്ടും എന്ന പ്രതീക്ഷയിൽ ശ്രീ കോടിയേരിയെ പോലെ സമുന്നത നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ വായിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വേണമെങ്കിൽ വാദത്തിന് സമ്മതിച്ചാൽ കോൺഗ്രസ് ഈ കാര്യത്തിൽ തെറ്റുകാരല്ല. അവർ ഒരുപക്ഷെ തെറ്റുകൾ ചെയ്യാൻ പോകുമ്പോഴും കറക്റ്റ് ചെയ്യാൻ ഇടതുപക്ഷം വേണമെന്ന കാര്യത്തിൽ സുരേഷ് ബാബുവിനെങ്കിലും മിനിമം സംശയമില്ല. പക്ഷെ അക്കാര്യത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത്, ചില ചീത്ത വിചാരങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, വട്ടിയൂർക്കാവിൽ നിന്ന് മുരളീധരനെ ഓടിക്കുന്ന കാര്യത്തിൽ മുരളീധരൻ പോലും അറിയാതെ എന്ന് ശ്രീ PM മനോജ് പറഞ്ഞു. അങ്ങനെ കളിച്ചതൊക്കെ ഗവർണറെ രാജിവെപ്പിച്ച് ഇവിടേക്ക് വന്ന ആളുകൾക്കുള്ള രാഷ്ട്രീയ ലാഭം മോഹങ്ങളാണ്. അപ്പോൾ ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ചില വിജയം ഉണ്ടാക്കാൻ മറ്റു ചില മണ്ഡലങ്ങളിലും ആ പരിശോധന ഉണ്ടായിട്ടുണ്ടാകും എന്ന ആരോപണം കൂടി വരുമ്പോൾ അതിന് കൃത്യമായി മറുപടി നിങ്ങൾ പറയേണ്ടതുണ്ട്. അത് പറയാതെ തിരിച്ച് എന്തെങ്കിലും ബഹളം വെച്ചിട്ട് കാര്യവുമില്ല. ശ്രീ നാരായണ നമ്പൂതിരി കൃത്യമായി അതിന് മറുപടി പറയുകയാണെങ്കിൽ എന്ത് പറയും? ലാലെ ഞാനൊരു ബഹളവും വെച്ചില്ല. മനോജ് പറഞ്ഞതിന് മറുപടി പറയുകയാണ് ചെയ്തത്. മനോജ് ഈ കള്ളങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത്ര ഈ കള്ളം കേട്ട് നിൽക്കാനുള്ള ശേഷി എനിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുമ്പോൾ സുരേഷ് ബാബു പറഞ്ഞതിനെ കുറിച്ചും കൂടെ വളരെ നല്ല സ്നേഹിതനാണ്, വളരെ നല്ല ആദർശവാനാണ്. അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്കൊരു സംശയം. ഇപ്പൊ ഈ കേരളത്തിൽ ഇടതുപക്ഷം മത്സരിക്കുന്നത് ഡൽഹിയിൽ കോൺഗ്രസിന്റെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വടിയുമായി പോകാൻ വേണ്ടിയാണോ CPM മത്സരിക്കുന്നത്? ഡൽഹിയിൽ കോൺഗ്രസിനെ കൈവക്കാൻ കോൺഗ്രസിന്റെ ആളുകൾ എന്തിനാ CPM? ഇതാണ് ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ അപജയം എന്ന് പറഞ്ഞാൽ 57 സഖാവ് നമ്പൂതിരിപ്പാടിന്റെ ആദ്യത്തെ മന്ത്രിസഭ വന്നപ്പോൾ AKG പറഞ്ഞതാണ് ഇത് കോൺഗ്രസിനുള്ള ബദലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭ കമ്മ്യൂണിസം എന്ന്. ആ ബദലിന്റെ ഭാഗത്ത് ഇപ്പൊ കോൺഗ്രസിന്റെ സഹായിയായി
കോൺഗ്രസിന്റെ ചെല്ലം ചുമട്ടുകാരനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയെന്ന യാഥാർത്ഥ്യം നരേന്ദ്രമോദി അന്ന് EMS അത് പറഞ്ഞ ഘട്ടത്തിൽ അന്ന് ഭീഷണിയായി അവിടെ നരേന്ദ്രമോദി ഇല്ല. ഇപ്പോൾ കോൺഗ്രസിന് 44 ഒതുക്കി അപ്പുറത്തും മോദി ഉണ്ടല്ലോ. അവിടെയാണ് പറയേണ്ടത്. പ്ലീസ്, കോൺഗ്രസ് 44ലേക്കും 2004 42 CPM 11ലേക്ക് ഒതുങ്ങിയോ? മഹാരാഷ്ട്രയിലടക്കം MLA-മാരും MP-മാരും ഉണ്ടായിരുന്നു. ബീഹാറിൽ MP-മാരും MLA-മാരും ഉണ്ടായിരുന്ന പാർട്ടി ഇന്ന് മഹാരാഷ്ട്രയിലും ബീഹാറിലുമെല്ലാം തമിഴ്നാട്ടിലടക്കം കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ഒരു സീറ്റിന് വേണ്ടി കോൺഗ്രസിനോടോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന ഘടകകക്ഷിയോടോ യാചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയോ CPM കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ? എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായി ഇങ്ങനെയൊക്കെ യാചിച്ചും കൂടെ നിന്നും പലരെയും ചേർക്കാൻ പറ്റാത്തവരെ കൂടെ നിർത്തിയും തന്നെയാണ് 2ൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ 300+ എത്തിയത്. നിങ്ങളും അങ്ങനെ തന്നെയാണ് എത്തിയത്. ഇപ്പോഴാണ് നിങ്ങൾക്ക് ആളെ വേണ്ട എന്ന് നിങ്ങൾ പറയുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാവരും എത്തുന്നത്. ഞങ്ങളുടെ ഈ 98 വരെ ഞങ്ങളുടെ കൂടെ സഖ്യകക്ഷികൾ ചേരാൻ തയ്യാറല്ലായിരുന്നുവെങ്കിൽ 98 മുതൽ ഞങ്ങളോടൊപ്പം സഖ്യകക്ഷികൾ ചേരാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആദർശത്തിൽ, ഞങ്ങളുടെ പെരുമാറ്റത്തിൽ, ഞങ്ങളുടെ നിലപാടുകളിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റു രാഷ്ട്രീയ കക്ഷികൾ വിശ്വസിക്കുന്നു, അവർ ഞങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ? എന്തേ കോൺഗ്രസിന് അത്തരമൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റാത്തത്? പിന്നെ സുരേഷ് ബാബു പറഞ്ഞു ഈ ജനാധിപത്യ മൂല്യങ്ങൾ. സാർ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പാർട്ടിയാണോ ഈ ജനാധിപത്യ മൂല്യത്തെക്കുറിച്ച് പറയുന്നത്? ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരെയും രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട പാർട്ടിയാണോ പറയുന്നത്? സുപ്രീം കോടതിയിലെ കേരളത്തിൽ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത നിങ്ങൾ ഇപ്പോഴും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടെന്നും 5 മണ്ഡലങ്ങളിൽ എന്തുകൊണ്ടാണ് ദുർബല സ്ഥാനാർത്ഥികൾ വരാൻ പോകുന്നതെന്ന ആരോപണത്തിന് മറുപടി ഇല്ലാത്തത് എന്നതിന് കാരണമാണ് ഇപ്പോഴും ഇല്ലാത്തത്. ലാലെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ സുരേഷ് ബാബുവും മനോജും പറയുമ്പോൾ ഒന്നും ഇടപെടുന്നില്ലല്ലോ. നാരായണനമ്പൂതിരി അവര് ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഓരോ സമയത്തും അധിക്ഷേപിക്കരുത്. ഞാൻ സംസാരിക്കാൻ വാ തുറക്കുമ്പോഴത്തേക്കും ലാൽ ഒരു ചോദ്യവുമായി വരുന്നു. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ലാൽ എത്ര ചോദ്യം വേണം ചോദിക്കുന്നതിന് എല്ലാം മറുപടി പറയാതിരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതല്ല വിജയത്തിന്റെ രഹസ്യം. സ്ഥാനാർത്ഥി സമയത്തുണ്ടാകും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകും. ഇന്നലെ പ്രഖ്യാപിക്കാനിരുന്നാണ്. ഇന്നലെ ഗോവയിലെ മുഖ്യമന്ത്രി മരണമടഞ്ഞത് കൊണ്ട് എല്ലാ നേതാക്കന്മാരും പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്താണ് യോഗം കൂടി നാളെ. ഇന്ന് ഹോളി ആയതുകൊണ്ട് നാളത്തേക്ക് മാറ്റി. ഇതാണ് ശ്രീധരൻ പിള്ള പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശ്രീധരൻ പിള്ളയാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചത് അദ്ദേഹം തന്നെയാണ്. പത്തനംതിട്ടയിൽ ശ്രീധരൻ പിള്ളയാണ് ഒന്നാമത് നിൽക്കുന്നത് എന്ന് അദ്ദേഹം തന്നെയാണ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. മറ്റ് പല മണ്ഡലങ്ങളിലും ഞാനാണ് മുമ്പിൽ എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ കെ സുരേന്ദ്രനാണ് വരാൻ പോകുന്നത്. NSSന് അവിടെ താല്പര്യമില്ല എന്ന് പറയുന്നു ശ്രീ സുരേന്ദ്രനെ. കുമ്മനത്തിന് അത് ഭീഷണിയാകും. അങ്ങനെയാണെങ്കിൽ NSSന്റെ ഈ നിലപാട് കേരളത്തിൽ BJPക്ക് പലയിടത്തും ഭീഷണിയാകും. വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈഴവരെ UDF ചതിച്ചു. അതുപോലെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ BJPയുടെ കാര്യത്തിലും ഈ സാമുദായിക സന്തുലിതാവസ്ഥ ഇല്ല എന്നൊരു ചർച്ചയും വന്നിട്ടുണ്ട്. അപ്പോൾ NSSന്റെ അപ്രീതി പത്തനംതിട്ടയിൽ നിങ്ങൾക്ക് ദോഷമാകുന്നു, കുമ്മനത്തിന് തിരുവനന്തപുരത്ത് ദോഷമാകുന്നു. അപ്പോൾ കുമ്മനത്തെ എങ്ങനെ രക്ഷിക്കും? ഇതാണ് പ്രശ്നമത്രേ. അങ്ങനെ ആ പ്രശ്നത്തിൽ നിങ്ങൾ കണ്ടെത്തിയ ഒരടവാണ് ഒരു ധാരണ. ഇതാണ് നിങ്ങൾ ഇപ്പോൾ മറുപടി പറയേണ്ട ഒരു വലിയ ചോദ്യം. ഞാൻ വീണ്ടും പറയുന്നു, ഇല്ലാത്ത ഒരു ധാരണയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ധാരണയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ്. ആ ധാരണ നിലനിൽക്കുമ്പോൾ അതില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള കള്ളപ്രചരണമല്ലേ? BJPയുടെ സ്ഥാനാർത്ഥി എന്ന് വരുന്നു എന്നുള്ളതിനെ കുറിച്ചല്ലല്ലോ. BJPയുടെ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, ചിട്ടയായ പ്രവർത്തനം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നടക്കുന്നുണ്ട്. അതെല്ലാ പാർലമെന്റ് മണ്ഡലത്തിലും നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി വ്യക്തി എന്തായിരുന്നു സാർ ഇത്രയും ദിവസം താമസിക്കാൻ കാരണം? ഞങ്ങളുടെ ഐഡിയ സുരേന്ദ്രന് പത്തനംതിട്ടയോ തൃശ്ശൂരോ കെ സുരേന്ദ്രന് വേണം. അത് കൊടുക്കാത്തത് കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വലിയ ആദർശമൊന്നുമില്ല. ഇപ്പോൾ തൃശ്ശൂരിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ തന്നെ കെ സുരേന്ദ്രന് വേണം. ഇതാണ് പ്രശ്നം. സുരേന്ദ്രൻ പിള്ള പുറത്താകുന്നു, സുരേന്ദ്രൻ അകത്താകുന്നു. സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ വരുമ്പോ നായർ സമുദായത്തിന്റെ ആ താളം തെറ്റുന്നു. അതായത് സന്തുലിതാവസ്ഥ ഇല്ലാതെയാകുന്നു. കുമ്മനത്തിന് അത് ഭീഷണിയാകുന്നു. കുമ്മനത്തിന് പിന്നെ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാകണമെങ്കിൽ വേറെ ചില ധാരണ വേണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ പറച്ചിലിന്റെ ഇത് ഉത്തരങ്ങൾ പറഞ്ഞാൽ എന്റെ ചോദ്യമല്ല, ഇതാണ് വിശകലനങ്ങളിൽ കാണുന്നത്.
അല്ല, ഇതിനെയാണ് കുമ്മനത്തിന് ഭീഷണി ഉണ്ടാകാതെ നോക്കാൻ. കുമ്മനം ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല, ഒരു ഭീഷണിയുമില്ല. ഇനി ഭീഷണി ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കാൻ അതൊട്ടും നടക്കാനും പോകുന്നില്ല. അതൊരു മറ്റൊരു വിഷയം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനമനുസരിച്ച് ഓൾ ഇന്ത്യ അധ്യക്ഷൻ പ്രഖ്യാപിക്കും. ഓൾ ഇന്ത്യ അധ്യക്ഷൻ പ്രഖ്യാപിക്കുന്നവരാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ആ സ്ഥാനാർത്ഥി ഈ ഇലക്ഷൻ പ്രവർത്തനത്തിന് നേതൃത്വം നൽകും. അവരെ മുന്നിൽ നിർത്തി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. ശരി, അങ്ങനെയായിരുന്നു നേരത്തെ അവിടെ നിന്ന് പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു. ഇത്രയും ദിവസം കളയണ്ടായിരുന്നല്ലോ, പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ശ്രീ PM മനോജ്, ഇതാണ് കാര്യമെങ്കിൽ അത് ഞങ്ങൾ എന്നാ പ്രഖ്യാപിക്കേണ്ടത്? ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സർ, ജനങ്ങളുടെ സംശയം ചോദിക്കാനാണ് ഈ വിശകലനം നടക്കുന്നത്, ചർച്ചകൾ നടക്കുന്നത്. നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ കൂടി അറിയണമല്ലോ. അതുകൊണ്ടാണല്ലോ ചർച്ച. 20 സീറ്റിലോ 150 സീറ്റിലോ തീരുമാനിച്ചാൽ പോരാ. 400 ചില്ലുവാനും സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം. ഏപ്രിൽ 28 വരെ നടക്കുന്ന ഈ 400 ചില്ലുവാനും സീറ്റിലെ സ്ഥാനാർത്ഥികളെ മുഴുവൻ ശ്രീധരൻപിള്ളയും കൂട്ടരും ഒറ്റയ്ക്കാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും വലിയ പാർട്ടിയല്ലേ, ആളുകൾ കൂടുതലുണ്ടല്ലോ, അതിനൊക്കെ ആളുകൾക്ക് പ്രത്യേകം തിരിക്കാമല്ലോ. അത് ചിന്തിക്കാൻ ഇവിടെ സാധിക്കുന്ന ആണല്ലോ എല്ലാവർക്കും. ശ്രീ നാരായണൻ തിരിച്ചു വരാം. മനോജ്, ഇതാണിപ്പോൾ ശ്രീ നാരായണ നമ്പൂതിരിക്ക് പറയാനുള്ളത്. ഈ കാര്യത്തിൽ നിങ്ങൾ പറയുന്ന കേന്ദ്രത്തിൽ ധാരണ, കോൺഗ്രസ് BJP ധാരണ എവിടെയാണ് ശരിക്കും ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് അമിത്ഷായും RSSും കൂടി നടപ്പിലാക്കുന്ന ഒരു ധാരണയുടെ ഫലമാണ് ഈ വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലേക്കും മറ്റ് 4 മണ്ഡലങ്ങളിലേക്കും പോകുന്നത് എന്നുള്ളത് അറിയാത്തതിന്റെ പുറത്താണോ ഈ നേതാക്കന്മാർ ചർച്ചയിൽ ഇങ്ങനൊരു നിലപാടെടുക്കുന്നത്? അല്ല, അവർക്ക് അങ്ങനെ പറയാൻ കഴിയൂ. ഒരിക്കലും ഒരു പരസ്യമായിട്ട് പറയാറില്ല. ഇന്ന് തന്നെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ 2 BJP നേതാക്കളാണ് സ്വാഗതം ചെയ്തത്. വടകരയിൽ മുരളീധരൻ പോയതിന് BJP നേതാക്കളെ തന്നെ സ്വാഗതം ചെയ്തത് ഒന്ന് തൃശ്ശൂരിൽ നിന്നാണ് തോന്നുന്നു. ഇന്ന് സഖാവ് കോടിയേരി പത്രസമ്മേളനത്തിൽ വിശദമായി പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 287 BJPക്കാർ ജയിച്ചു വന്നതിലും 100 പേര് മുൻ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ SM കൃഷ്ണ, അതുപോലെ മറ്റാരൊക്കെ ND തിവാരി ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരൊക്കെ ഇപ്പോൾ BJPയിലാണ്. ഒരു മടിയുമില്ല. ഒരു ദിവസം വക്താവായ വടക്കന് ചാടി അവിടെ പോകാൻ. അപ്പം നിങ്ങൾ CPMും കോൺഗ്രസും തമ്മിലുള്ള രഹസ്യധാരണകളുടെയാണോ ഈ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് പോകുന്നത് എന്ന് സുരേഷ് ബാബു എന്ന് പറഞ്ഞു തരണം ഒരു ഭാഗത്ത്. പിന്നെ ജനാധിപത്യ മര്യാദ, അതൊക്കെയാണല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ജനാധിപത്യ മര്യാദ പാലിക്കുന്നതുകൊണ്ടാണോ കർണാടകത്തിലെ MLAമാരെ കൊണ്ട് കോൺഗ്രസ്സുകാർ ഓടുന്നത്, ചാക്കും കൊണ്ട് പിന്നാലെ BJPക്കാർ ഓടുന്നത്, റിസോർട്ട് രാഷ്ട്രീയം വരുന്നത് CPMന്റെ ജനാധിപത്യ മര്യാദ ഇല്ലായ്മ കൊണ്ടാണോ? നിങ്ങൾ തമ്മിലുള്ള ഇടപാടാണല്ലോ ഈ ആയാറാം ഗയാറാം, ചാക്കിട്ട് പിടുത്തം, കുതിര കച്ചവടം, ഇതൊക്കെ നിങ്ങളാണ് നടത്തുന്നത്. എന്നിട്ട് ഇതൊക്കെ നടത്തുന്ന നിങ്ങൾ പറയാം ഞങ്ങളാണ് ശത്രുക്കളെന്ന്. യഥാർത്ഥത്തിൽ നിങ്ങൾ ശത്രുക്കളല്ല, നിങ്ങൾ മിത്രങ്ങളാണ്. നിങ്ങൾ മിത്രങ്ങളായതുകൊണ്ടാണ് ഈ അപകടം മുഴുവൻ ഉണ്ടാവുന്നത്. അതായത് ഇന്നലെ ഇപ്പൊ പ്രിയങ്കാ ഗാന്ധി നടത്തുന്നത് ഗംഗാ യാത്രയാണ്. പ്രിയങ്ക ഗംഗയെ പ്രാർത്ഥിക്കുന്നതാണ്. നരേന്ദ്രമോദി അതാ ചെയ്യുന്നത്. നിങ്ങൾ രാമനെ കുറിച്ചും കൃഷ്ണനെ കുറിച്ചും പറയുമ്പോൾ പിന്നെ കോൺഗ്രസ് എന്താ പറയുന്നത്? ശിവനെ കുറിച്ച്. അവിടെ പോയി ഇന്നിപ്പം ടിക്കാറാം മീണ പറഞ്ഞു പടച്ചോന്റെ ചിത്രം വെച്ചിട്ട് വോട്ട് പിടിക്കാൻ പാടില്ല എന്ന്. യഥാർത്ഥം ഇന്ന് വേറൊരു രംഗം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ K. സുധാകരൻ ഈ മതചിഹ്നങ്ങളോ മതപരമായ പ്രശ്നങ്ങളോ അത്തരം കാര്യങ്ങളോ ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ പാടില്ല എന്നത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ കൃത്യമായ നിബന്ധനയാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. സുധാകരൻ പോയിട്ട് അവിടെ ജല്ലിക്കെട്ടിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ശബരിമലയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താൻ നോക്കി. അപ്പോൾ അവിടുന്ന് പാലക്കാട് ക്യാമ്പസിൽ നിന്ന് പെൺകുട്ടികളാണ് ചോദിക്കുന്നത്, സർ കാളയ്ക്ക് എന്ത് ഫണ്ടമെന്റൽ റൈറ്റ്? മനുഷ്യനല്ലേ ഫണ്ടമെന്റൽ റൈറ്റ്, കാളയ്ക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടോ? ചോദിച്ചു. നമസ്കാരം പറഞ്ഞ് തിരിച്ചോടേണ്ടി വന്നു. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളും കൂടെ മനസ്സിലാക്കണം. നിങ്ങൾ ഈ തെറ്റായ വൈകാരികമായ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളിൽ വിദ്വേഷമുണർത്തുന്ന വിഷയങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. യഥാർത്ഥം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ഞങ്ങൾ CPM പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ BJP ഭരണം 5 വർഷമായി തുടരുന്ന നരേന്ദ്രമോദിയുടെ ഭരണം അതിനെ പുറത്താക്കുക തന്നെയാണ് ഞങ്ങളുടെ പ്രധാന കർത്തവ്യം, കടമ. രണ്ടാമതോ, അതിന് ഞങ്ങളുടെ പ്രാതിനിധ്യം വേണം, ഞങ്ങളുടെ ഇടപെടൽ ഉണ്ടാവണം, ഞങ്ങളുടെ ശക്തി, ഇടതുപക്ഷത്തിൻ്റെ ശക്തി ഗണ്യമായി വർദ്ധിപ്പിക്കണം. പിന്നെയോ കേന്ദ്രത്തിലൊരു മതനിരപേക്ഷ ഗവൺമെൻറ് വരണം. ഞങ്ങളിത് പരസ്യമായി പറഞ്ഞ, ഞങ്ങൾ പാർട്ടി കോൺഗ്രസ് പറഞ്ഞ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചതാണ്, പ്രഖ്യാപിച്ചതാണ്. അതിനൊന്നും ഞങ്ങൾക്ക് സംശയമില്ല, നിങ്ങൾക്കാണ് സംശയം. കേരളത്തിൽ നിന്ന് നിങ്ങളുടെ 3 പേര് ഈ അധികാര കൊതി കൊണ്ടാണല്ലോ ഈ കളി മുഴുവൻ നടക്കുന്നത്. ആകെ ഒരു വയനാട് സീറ്റിൽ എന്തൊക്കെ അടിയാണ് നിങ്ങളുടെ ഉണ്ടായത്. സ്ഥാനാർത്ഥി ലിസ്റ്റ് വൈകിയത് കൊണ്ടൊന്നും BJPക്ക് ഒരു ചുക്ക് സംഭവിക്കാനില്ല. കാരണം ജയിക്കുമെങ്കിലല്ലേ ഈ വൈകിയ പ്രശ്നമുള്ളത്.
നിങ്ങൾ ഈ സാധാരണ കോൺഗ്രസ് പലപ്പോഴും ജയിച്ചിട്ടുള്ളതാണ്, നല്ല മത്സരം നടക്കുന്നതാണ്. BJP ഈ തിരുവനന്തപുരത്ത് 1-2 സമയത്ത് നല്ല മത്സരം നടത്തിയിട്ട് ശരിയാണ്. അതല്ലാതെ BJP കേരളത്തിൽ ഏത് മണ്ഡലത്തിലാണ് ജയസാധ്യതകൾ 4 അയലത്തെത്തുന്നത്? എന്നിട്ട് നിങ്ങളെന്തിനാ ഈ സ്ഥാനാർത്ഥിത്വത്തിന് ഇങ്ങനെ കടിപിടി കൂടുന്നത്? എന്താണ് അതിന്റെ ഒരു സാങ്കത്യം കൂടി നമ്മൾ പറയണല്ലോ. കാരണം തോൽക്കുന്ന മണ്ഡലത്തിൽ മത്സരിക്കാൻ എന്തിനാണ് നിങ്ങൾ നേതാക്കന്മാർ തമ്മിൽ ഇങ്ങനെ കടിപിടി കൂടുന്നതും അത് കഴിഞ്ഞ് ഇതുപോലെ പരസ്യമായി വീഴ്പ്പലക്കുന്നതും? അതുകൂടി നിങ്ങൾ പറഞ്ഞല്ലോ. താങ്കളിലേക്ക് വരാൻ അതിനു മുമ്പ് ശ്രീ സുരേഷ് ബാബു, ഈ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ നമ്പൂരി ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. ശ്രീ സുരേഷ് ബാബു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം കൂടി എടുക്കട്ടെ. ഈ കാര്യത്തിൽ ഇപ്പോൾ ശ്രീ PM മനോജ് പറഞ്ഞത്, ശ്രീ സുരേഷ് ബാബു, കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾ ഇത്തവണ കൊടുത്ത സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. മലയാളികളായ നേതാക്കൾ ടോം വടക്കനും KV തോമസും ഒക്കെ കൊടുത്ത സന്ദേശങ്ങൾ എന്താണ് എന്നതാണ്. അപ്പോൾ എന്താണ് ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു അവസരം വരുമ്പോൾ ഏത് രീതിയിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലെങ്കിലും, കർണാടകത്തിൽ കാണുന്നത് എന്താണ്, അരുണാചൽ പ്രദേശിൽ കണ്ടത് എന്താണ്, ത്രിപുരയിൽ നേരത്തെ കണ്ടത് എന്താണ്, ഇപ്പോൾ തിരിച്ചും BJP-യിലേക്കും അതുപോലെ രാജിവെച്ച് വരുന്നുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും BJP-യും കോൺഗ്രസും തമ്മിൽ ഈ നടക്കുന്ന കാഴ്ചകൾ നാളെ കേരളത്തിൽ നിന്നും ഉണ്ടാകില്ല എന്ന് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും? ടോം വടക്കനും ഒക്കെ നടത്തിയ ഈ കാഴ്ചകൾ കാണുമ്പോൾ അതിനു മുമ്പ് തന്നെ ചില നേതാക്കൾ അവർ BJP-യിലേക്ക് ചേരുകയും ചെയ്തല്ലോ. KS രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ നിങ്ങളോടൊപ്പം നിന്നവരാണല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർ വരുമ്പോൾ കാണിക്കുന്ന ഈ കാഴ്ചകളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ശ്രീ സുരേഷ് ബാബു? അങ്ങനെയൊന്നും കൃത്യമായിട്ടൊന്നും അതിനൊന്നൊരു മറുപടി പറയേണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അൽഫോൻസ് കണ്ണന്താനം, പിന്നെ V വിശ്വനാഥ മേനോൻ, ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള മാതൃകകളല്ലേ, നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതൊക്കെ സുരേഷ് ബാബു, അൽഫോൻസ് കണ്ണന്താനമാണെങ്കിലും വിശ്വനാഥ മേനോനാണെങ്കിലും രാജ്യം ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ വല്ലാതെ പ്രതിസന്ധിയിലാക്കി അങ്ങനെ തുലനം ചെയ്യല്ലേ? ടോം വടക്കൻ തലേദിവസം രാത്രി വരെ മാധ്യമങ്ങളെ കണ്ട് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം രാജ്യത്തെ അറിയിച്ച ആളാണ്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് പുൽവാമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കൊള്ളുന്ന പരാമർശം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കയറി ഇടപെടുകയാണ്. നിങ്ങൾ ഈ ചാനലിന്റെ ഒരു ഗാംഭീര്യം കാത്തു സൂക്ഷിക്കേ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൊള്ളുന്നെങ്കിൽ എന്നെ കൊണ്ട് കൊള്ളിക്കുന്ന വർത്തമാനം നിങ്ങൾ പറയിപ്പിച്ചിട്ടാണ്. 44 ആളെയും കൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് 2014 പോയിട്ടുണ്ടെങ്കിൽ 2019 ഞങ്ങൾ ഇറങ്ങി വരുന്നത് 49 ആളെയും കൊണ്ടാണ്. അതുകൂടി മനസ്സിലാക്കണം. ഞങ്ങൾ ഇറങ്ങി വരുന്നത് 49 ആളെ കൊണ്ടാ, 44 ആളെയും കൊണ്ടാണ് പോയതെങ്കിൽ നിങ്ങളുടെ ഗുണം കൊണ്ടല്ലോ, മോദിയുടെ ദോഷം കൊണ്ടല്ലേ, മോദിയുടെ ദോഷം കൊണ്ടല്ലേ നടത്തണ്ട. അതിൽ ചിലരൊക്കെ നിങ്ങളുടെ ഗുണം കൊണ്ട് തന്നെ ജനങ്ങളുടെ ഒക്കെ സ്വന്തം തീരുമാനം കൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്നതാ. ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ ജയിച്ചു വന്നിട്ടാ, മറ്റൊരു പാർട്ടിയിൽ നിന്നും കാലുമാറി വന്നിട്ടല്ല ഞങ്ങൾ എണ്ണം കൂടിയത്. ഞാനൊരു കാര്യം പറയാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. BJP-യിലേക്ക് പോകാൻ CPM-ന് മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ല, ആളില്ല, MLA-മാരില്ല. പിന്നെ എങ്ങനെ പോകാനാണ് അവര്? ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങള് കാഡർ പാർട്ടിയല്ല, ഞങ്ങളൊരു ലൂസ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾ അവരെ കാലുവെട്ടാനോ കൈവെട്ടാനോ സാധിക്കുന്ന ഒരു പാർട്ടിയല്ല. അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾ അധിക്ഷേപിക്കുന്ന CPM ആണ് നിങ്ങൾക്ക് UPA 1-ന്റെ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത്. നിങ്ങളെ കാലുമാറി പോകുന്നവരെയൊക്കെ പിടിച്ചു നിർത്തി 2009 പോകാൻ എണ്ണം തികപ്പിച്ചു തന്നത് എന്നതും കൂടി താങ്കൾ നേരത്തെ സമ്മതിച്ചതാണ്. ശ്രീ നാരായണൻ നമ്പൂതിരി, താങ്കൾക്കുള്ള അവസരം. ഇല്ല, അതൊരിക്കലും ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതൊരിക്കലും സമ്മതിക്കത്തൊന്നുമില്ല. അത് വൺ എമംഗ് ദി പാർട്ടീസ്, വൺ എമംഗ് ദ പാർട്ടി. ശരി, അതാണ് ഇപ്പൊ പറയേണ്ടത്. പാർട്ടികളുടെ കൂട്ടത്തിൽ ഒരു പാർട്ടിയാണ്. അതല്ലാതെ എന്താ? യെസ്, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ ശ്രീ നാരായണൻ നമ്പൂതിരി. എന്താ പറയണ്ടേ? താങ്കൾ നേരത്തെ ഈ പറഞ്ഞ PM മനോജ് പറഞ്ഞതും സുരേഷ് ബാബു പറഞ്ഞതിന് മറുപടി ശ്രമിക്കുകയായിരുന്നു. സുരേഷ് ബാബു പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ. CPM-ന് ആളുള്ള ബംഗാളിൽ CPM MLA-മാർ BJP-യിൽ വരുന്നുണ്ട്. കേരളത്തിൽ CPM-ന്റെ ആളുകൾ ഇന്ന് ഞങ്ങളുടെ കോട്ടയം മണ്ഡലം കൺവെൻഷൻ ആയിരുന്നു. കടുത്തിരുത്തി മണ്ഡലത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ CPM-ന്റെ പ്രവർത്തകരാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ സജീവമായി വന്നത്. അപ്പൊ അതുകൊണ്ട് CPM-ന്റെ ആളുകളും വരുന്നുണ്ട്. അതുകൊണ്ട് CPM-ൽ നിന്നും, കാരണം BJP ആണ് ശരിയെന്ന് ഇന്ത്യൻ ജനത അംഗീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, CPM പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ഇന്ത്യൻ ജനതയ്ക്ക് തിരിച്ചറിവുണ്ടാകുമ്പോൾ
CPM-ൽ നിന്നും കൊഴിഞ്ഞുപോക്കുണ്ടാകും. ശരി ശരി CPM ഏറ്റവും അവസാനമായപ്പോൾ ഈ കാര്യത്തിൽ 2019 തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളുടെ നിർണയം ഈ ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങൾ 2 ആഴ്ച മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുമ്പിലെത്തി ഒരു ഘട്ടം പ്രചരണം കഴിയുകയും ചെയ്തു. ഇനി അങ്ങോട്ട് ഈ ചിത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ആരോപണങ്ങൾ ജനങ്ങൾ ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇത് ശക്തമായി പറഞ്ഞ് മുന്നോട്ട് പോകാൻ പോവുകയാണോ? ഞങ്ങൾ കൃത്യമായി നല്ല ആത്മവിശ്വാസത്തിലാണ്. ഈ കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ LDF-ന് കുറച്ച് പുറകിലുള്ള മണ്ഡലം എന്ന് പലരും പറഞ്ഞതും, അതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കിയതും മലപ്പുറത്തായിരുന്നു. ആ മലപ്പുറത്ത് UDF-ന് നിൽക്കാൻ കഴിയില്ല, ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് നേർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് SDPI-യുടെ പിന്തുണ തേടിയ വാർത്തയാണ് വന്നത് കഴിഞ്ഞ ദിവസം. അതെന്താ സൂചിപ്പിക്കുന്നത്? 20 മണ്ഡലങ്ങളിലും ഞങ്ങൾ ശക്തമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു പറഞ്ഞത് ശരിയാണ്, കോൺഗ്രസ് ഒരു ലൂസ് പാർട്ടിയാണ്. ആ ലൂസ് പാർട്ടി ആയതുകൊണ്ടുള്ള കുഴപ്പം കൂടിയാണിത്. എന്താണെന്നറിയോ, ഈ മണ്ഡലം സാധാരണഗതിയിൽ നമ്മൾ മാറ്റും. ഇപ്പോൾ 6 MLA-മാരെ ഞങ്ങൾ മത്സരിപ്പിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ ഒരിടത്ത് ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടില്ല. ഞങ്ങൾ അതത് സ്ഥലത്തുള്ള MLA-മാരെയാണ് നിർത്തിയത്. അതത് മേഖലകളിൽ പ്രാവീണ്യമുള്ള പ്രാഗൽഭ്യമുള്ള വിജയം, സുനിശ്ചിതമായ വിജയം അത് ഉറപ്പാക്കാനുള്ള ആളുകളെയാണ് നിർത്തിയത്. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ ശ്രീ K. മുരളീധരൻ പലതവണ പരാജയപ്പെട്ട ഒരാൾ കൂടിയാണ്. 9 തെരഞ്ഞെടുപ്പിൽ 5-ലും പരാജയപ്പെട്ടു. അത് മാത്രമല്ല, ഈ കേരളത്തിൽ മന്ത്രിയായിരിക്കാൻ മത്സരിച്ച് തോറ്റ ഏക നേതാവ് ശ്രീ മുരളീധരനാണ്. അങ്ങനെയുള്ള ഒരു നേതാവിനെ അവർ കൊണ്ടുപോകുന്നതിൽ K. മുരളീധരൻ മോശം സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറയില്ല. K. മുരളീധരൻ നല്ല സ്ഥാനാർത്ഥിയാണ്, വടകരയിൽ നല്ല മത്സരം നടത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണ്. പക്ഷേ എന്തിന് ഈ K. മുരളീധരനേക്കാൾ എത്രയോ താണ ആളാണ് എന്ന തോന്നൽ കൊണ്ടാണോ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടുന്ന് ഒളിച്ചോടിയത്? ശരി, സുരേഷ് ബാബു ഒന്ന് ചോദിച്ചതുകൊണ്ടാണ്. എന്താണ് ശ്രീ സുരേഷ് ബാബു താങ്കൾ പറയാൻ ഇടപെടാൻ ശ്രമിച്ചത്? പെട്ടെന്ന്, സമയത്തിന്റെ പ്രശ്നം കൂടിയുണ്ട്. ഈ K. മുരളീധരനെയും കൊണ്ട് PM മനോജിന്റെ പാർട്ടി എത്ര കൊല്ലം, 2-3 കൊല്ലക്കാലം ഒരുമിച്ച് ഓടിയതാണ്. നന്നാക്കി ശ്രീ K. മുരളീധരനെയും കൂടെ കൂട്ടി വളർന്നത്. അതുകൊണ്ട് മോശമായില്ല എന്നാണ് ശ്രീ PM മനോജ് പറയുന്നത്. അല്ല, അതുകൊണ്ട് മോശമായില്ല, അത് മോശമായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. K. മുരളീധരൻ ഞങ്ങൾ ചുമന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി അസ്തമിച്ചു പോയത്. ഞങ്ങൾ മുന്നണിയിൽ എടുക്കാത്തതുകൊണ്ടാണ് അവർ നിന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് അയാൾ തിരിച്ചു കിട്ടുന്നത്. K. മുരളീധരൻ ഉൾപ്പെടെയുള്ള K. കരുണാകരൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയം കൊണ്ടാണ്. സുരേഷ് ബാബു പറയുന്നത് താങ്കൾ ഏതെങ്കിലും അർത്ഥത്തിൽ ശ്രീ മുരളീധരനെ മോശം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംശയം. താങ്കൾ അങ്ങനെയല്ലല്ലോ. ഞാൻ അങ്ങനെയല്ല. മുരളീധരൻ നല്ല സ്ഥാനാർത്ഥിയാണ്. കേരളത്തിൽ കോൺഗ്രസിൽ വടകരയല്ല ഏത് മണ്ഡലത്തിൽ നിർത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് മുരളീധരൻ. അതുകൊണ്ട് മുരളീധരൻ മുല്ലപ്പള്ളി ഒളിച്ചോടിയെടുത്ത് മുരളീധരൻ വന്നതുകൊണ്ട് വടകരയിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിപ്പിക്കാം എന്ന വ്യാമോഹം നിങ്ങൾക്കുണ്ടെങ്കിൽ വടകരയിലെ ജനങ്ങള്, വടകരയുടെ ചരിത്രം, വടകരയുടെ വർത്തമാനം അത് ആ വ്യാമോഹത്തെ സാധൂകരിക്കുന്നതല്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2004-നേക്കാൾ ശക്തമായ ഒരു നിലയിലാണ് ഇപ്പോഴുള്ളത്, ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴുള്ളത്. അതാണ് ഇനി വരാൻ. ശരി, എന്തായാലും വട്ടിയൂർക്കാവ് MLA വടകരയിൽ MP ആകാൻ വേണ്ടി ഇപ്പോൾ ചെല്ലുമ്പോൾ അക്കാര്യത്തിൽ ഒരു അസ്വാഭാവികതയുണ്ട് എന്ന് ഇടതുപക്ഷം പറയുന്നു. അക്കാര്യത്തിൽ കുമ്മനത്തിന്റെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനും ബന്ധമുണ്ട് എന്നും പറയുന്നു. ഇത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഈ കാര്യത്തിൽ മുന്നോട്ട് എപ്പോഴാണ് ഈ കാര്യത്തിൽ വ്യക്തമായ ഉത്തരം കിട്ടുക എന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ വരും ഘട്ടങ്ങളിലും വേണ്ടിവരും. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ PM മനോജ്, ശ്രീ PM സുരേഷ് ബാബു, ശ്രീ നാരായണ നമ്പൂതിരി.